ടോപ്പിക്കാണ് പഠിക്കാൻ പോണത്. TCSന്റെ പുതിയ ചേഞ്ചസ്, ടാക്സബിൾ സാലറി. ഓക്കെ, TCSന്റെ TCSൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ആദ്യം ഒരു ജനറൽ പ്രൊവിഷൻ, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ ഒരുവിധം എല്ലാവർക്കും TDSനെ പറ്റിയിട്ട്, TDS റിട്ടേൺ ഫയൽ ചെയ്യണവരുണ്ട്, TDSന്റെ കംപ്ലൈൻസ് നോക്കണവരുണ്ട് എല്ലാം. പക്ഷെ TCSന്റെ പ്രൊവിഷൻസ് അധികം എല്ലാവർക്കും അപ്ലൈ ചെയ്യണതില്ല. അതുകൊണ്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആദ്യം ഒന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് പുതിയ സെക്ഷൻ 206C(1)(h) അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്, TCS. നമുക്കറിയാം, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു അസസിയുടെ അടുത്തുനിന്ന് മെയിൻലി 6 മെത്തേഡിലാണ് ടാക്സ് കളക്ട് ചെയ്യുക. ഒന്ന്, സെൽഫ് അസസ്മെന്റ് ടാക്സ് അടയ്ക്കാൻ പറയും. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും സെൽഫ് അസസ്മെന്റ് ടാക്സ് അടയ്ക്കാൻ പറയും. അതിനു മുമ്പ് അഡ്വാൻസ് ടാക്സ് അടയ്ക്കാൻ പറയും. ഇയർ ഇപ്പോൾ പ്രീവിയസ് ഇയർ 1920 എന്ന് പറയുമ്പോൾ 31/3/2020 മുമ്പ് തന്നെ അഡ്വാൻസ് ടാക്സ് ആയിട്ട് മുഴുവൻ ടാക്സും നമ്മൾ എസ്റ്റിമേഷൻ ബേസിസിൽ അടയ്ക്കണം എന്നാണ് ഇൻകം ടാക്സ് റൂൾസ് പറയണത്. അപ്പൊ അഡ്വാൻസ് ടാക്സ് ആയിട്ട് ടാക്സ് കളക്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ബാക്കി വരുന്ന സ്പിൽ ഓവർ ചെയ്തിരിക്കുന്നത് സെൽഫ് അസസ്മെന്റ് ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിപ്പോ ഓരോ അസസിനെയും സ്ക്രൂട്ടിനിക്ക് വിളിച്ചിട്ട് അതില് ടാക്സ് കൂടുതൽ അടയ്ക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുകയാണെങ്കിൽ അത് ടാക്സ് ഓൺ റെഗുലർ അസസ്മെന്റ് എന്നുള്ള രീതിയിൽ മൂന്നാമത്തെ രീതിയിൽ ടാക്സ് അടയ്ക്കും. ഇത് കൂടാതെ TDS ഉണ്ട്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. 192 സെക്ഷൻ 192 മുതൽ 195 വരെ പല സെക്ഷൻസ് ആയിട്ട് ഡിപ്പെൻഡിങ് ഓൺ നേച്ചർ ഓഫ് പേയ്മെന്റ്, സാലറി ആവട്ടെ, പ്രൊഫഷണൽ ഫീസ് ആവട്ടെ, കോൺട്രാക്ട് ആവട്ടെ, പേയ്മെന്റ് ടു NRI ആവട്ടെ, അങ്ങനെ പല രീതിയിലും TDS പിടിച്ചടയ്ക്കേണ്ടത്. ഇത് കൂടാതെ 5ാമത്തെ മെത്തേഡാണ് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. GSTയിലും TCS ഉണ്ട്. അപ്പൊ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്, പക്ഷെ ഇതിന്റെ ഇത്ര പെർവേസീവ് എഫക്റ്റ് ഇല്ല. TCS എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ പ്രകാരം അധികം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അത് കൂട്ടി കൊണ്ടുവരുന്നത്. അപ്പൊ എന്താണ് TCS എന്ന് നമുക്ക് നോക്കാം. TCS മീൻസ് ടാക്സ് കളക്റ്റഡ് ബൈ എ സെല്ലർ when selling certain specified goods to a buyer from the buyer. ഒരു സെല്ലർ ഉണ്ട്, മിസ്റ്റർ A എന്ന് വെച്ചോളൂ. അദ്ദേഹം B ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു ബയർ കുറച്ച് സാധനങ്ങൾ വാങ്ങണു. എല്ലാ സാധനങ്ങൾക്കും ഇല്ല, ചില സ്പെസിഫൈഡ് ഗുഡ്സിന്റെ സെയിൽ നടക്കുമ്പോൾ ആ സെയിലിന് ഒരു പ്രിസ്ക്രൈബ്ഡ് പെർസെന്റേജ് വെച്ചിട്ട് സെല്ലർ ബയറുടെ അടുത്തുനിന്ന് ടാക്സ് കളക്ട് ചെയ്ത് ഗവൺമെന്റിന് കൊടുക്കണം. അതാണ് TCS. TDS ആയിരുന്നെങ്കിൽ പേ ചെയ്യണ ആളാണ് TDS ഡിഡക്ട് ചെയ്തിട്ട് ഗവൺമെന്റിന് കൊടുക്കുന്നത്. TCSല് സെല് ചെയ്യണ ആള് ബൈ ചെയ്യണ ആളുടെ അടുത്തുനിന്ന് ടാക്സ് കളക്ട് ചെയ്ത് ഗവൺമെന്റിന് കൊടുക്കണം. എല്ലാവർക്കും അറിയാവുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിൽ കൂടുതൽ വിലയുള്ള കാറ് വാങ്ങുമ്പോൾ 10 ലക്ഷത്തിന്റെ കൂടെ TCSും കൂടി നമ്മളുടെ കാർ ഡീലർ വാങ്ങണ ആളുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യും. അതാണ് കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള എക്സാമ്പിൾ. ഇപ്പൊ നേരത്തെ പറഞ്ഞത്, hence tax collected at source is an extra amount collected as tax being collected by a seller of specified goods from the buyer at the time of sales over and above the sales amount and which is remitted to the government. For example, Mr. A is a scrap dealer who sells his goods to Mr. C. Upon selling his goods, B മാറിപ്പോയതാണ്, Mr. B collects 1% tax assuming PAN is available when making the sale. അതായത് മിസ്റ്റർ B എന്ന് പറയുന്ന ഒരാള് സ്ക്രാപ്പ് ഡീലർ ആണ്. അദ്ദേഹം മിസ്റ്റർ C എന്ന് പറയുന്ന ആൾക്ക് സ്ക്രാപ്പ് വിൽക്കണം. നോർമൽ സെയിൽസ് ട്രാൻസാക്ഷൻ, സെയിൽ ഓഫ് സ്ക്രാപ്പ്. അങ്ങനെ ചെയ്യുമ്പോൾ മിസ്റ്റർ B, ഹു ഇസ് ദ സെല്ലർ, ഓവർ ആൻഡ് അബവ് ദി സെയിൽസ് പ്രൈസ്, ഇൻവോയ്സിൽ കാണുന്ന പൈസയുടെ കൂടുതൽ ആയിട്ട് 1% ടാക്സ് കളക്ട് ചെയ്തിട്ട് ഗവൺമെന്റിന് അടയ്ക്കണം. ദിസ് എമൗണ്ട് ഈസ് കളക്ടഡ് ആസ് ടാക്സ് ബൈ മിസ്റ്റർ B ഫ്രം ഹിസ് കസ്റ്റമർ മിസ്റ്റർ C. ഇറ്റ് ഈസ് ടേംഡ് ആസ് ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ് or CS.
Mister then remits the tax collected to the government. നേരത്തെ പറഞ്ഞു സെയിൽ ഓഫ് ഗുഡ്സിലാണെന്ന് പറഞ്ഞു. അതല്ലാണ്ട് അതായിരുന്നു ആദ്യം സെയിൽ ഓഫ് ഗുഡ്സിലായിരുന്നു വന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവര് വെനെവർ ലീസ്, അതായത് പാർക്കിംഗ് ലോട്ട്, ടോൾ പ്ലാസ, മൈനിങ്, ക്വാറിയിങ്. നമ്മളുടെ ഇടയിൽ പാറമട നോക്കണ കൺസൾട്ടൻസ് ഉണ്ടാവാം. അങ്ങനെയുള്ള ആൾക്കാർക്ക്, അതായത് ഒരു പാർക്കിംഗ് ലോട്ട് വേക്കന്റ് ആയിട്ടുള്ള പല സ്ഥലങ്ങളും പേ ആൻഡ് പാർക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പാർക്കിംഗ് ലോട്ടിനോ ടോൾ പ്ലാസയ്ക്കോ അല്ലെങ്കിൽ മൈനിങ്ങോ അല്ലെങ്കിൽ ക്വാറിയിങ് ഇങ്ങനെയുള്ള കോൺട്രാക്ട് എൻട്രി ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവർക്കും, അതായത് എൻട്രി ചെയ്യണ ആള്, പൈസ വാങ്ങണ ആള് മറ്റേ പാർട്ടിയുടെ അടുത്തുനിന്ന് TCS കളക്ട് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. ഇതും രണ്ടാമത് വന്നതാണ്. ആദ്യം സെയിൽ ഓഫ് സ്പെസിഫൈഡ് ഗുഡ്സ് മാത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സർവീസ്, ഇതൊരു സെയിൽ ഓഫ് ഗുഡ്സ് അല്ല, ഒരു കോൺട്രാക്ട് ആണ്, ഇതിലും കൂടി ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് കാറിന്റെ കേസിലേക്ക് ആഡ് ചെയ്തത്. അപ്പൊ ഏതിലൊക്കെയാണ് ഈ പ്രൊവിഷൻ വരണേന് മുമ്പ് എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ പ്രകാരം ഏതിലൊക്കെയാണ് ഉണ്ടായിരുന്നെന്നുള്ളത് പറയാം. ലിക്കറിൽ ഉണ്ടായിരുന്നു. ലിക്കർ ഓഫ് ആൽക്കഹോളിക് നേച്ചർ മെയ്ഡ് ഫോർ കൺസംഷൻ ബൈ ഹ്യൂമനിൽ കവർ ചെയ്തിരുന്നു. ടിംബർ വുഡിൽ ഉണ്ടായിരുന്നു. 10 ലീവ്സിൽ ഉണ്ടായിരുന്നു. ഫോറസ്റ്റ് പ്രൊഡ്യൂസ് അതർ ദാൻ ടിംബർ ഓർ 10 ലീവ്സ് ഉണ്ട്. സ്ക്രാപ്പ് ഉണ്ട്. മിനറൽസ് ഉണ്ട്. പർച്ചേസ് ഓഫ് മോട്ടോർ വെഹിക്കിൾ എക്സീഡിംഗ് 10 lakhs ഉണ്ട്. പിന്നെ പാർക്കിംഗ് ലോട്ട്, ടോൾ പ്ലാസ, മൈനിങ് ആൻഡ് ക്വാറിയിങ്. ഇത്രയും ഐറ്റംസ് ആണ് TCS നമ്മളുടെ പുതിയ സെക്ഷൻ 2020 ഫിനാൻസ് ആക്ട് വരണേന് മുമ്പുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷനില് 4 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെല്ലർ ആരാണ്, ബയർ ആരാണ്, സ്പെസിഫൈഡ് ഗുഡ്സ് ഏതൊക്കെയാണ്, റേറ്റ് എന്തൊക്കെയാണ്. ഇതാണ് ഈ TCS ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകങ്ങൾ. കാരണം ഇത് എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല, എല്ലാ സെല്ലേഴ്സിനും ആപ്ലിക്കബിൾ അല്ല, എല്ലാ ബയേഴ്സിനും ആപ്ലിക്കബിൾ അല്ല, സ്പെസിഫൈഡ് ഗുഡ്സിന് മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് വേറെ ഡിഫൈൻ ചെയ്യുന്നത്. സെല്ലർ, ബയർ എന്നൊക്കെ വേറെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സെല്ലർ മീൻസ് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ലോക്കൽ അതോറിറ്റി, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഓർ അതോറിറ്റി, അത് ഒരു സെറ്റ് ഓഫ് ആൾക്കാര്. പിന്നെ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ കമ്പനീസ് ആക്ട്, പാർട്ണർഷിപ്പ് ഫേം, കോഓപ്പറേറ്റീവ് സൊസൈറ്റി, അതും കവർ ചെയ്തു. പിന്നെ ഉള്ളത് ഇൻഡിവിജ്വൽ ഓർ HUF ഹൂസ് ടേൺ ഓവർ എക്സീഡ്സ് ദ ലിമിറ്റ് പ്രിസ്ക്രൈബ്ഡ് അണ്ടർ സെക്ഷൻ 44AB ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് ഡ്യൂറിംഗ് ദി പ്രീസീഡിംഗ് ഫൈനാൻഷ്യൽ ഇയർ. ഇത്രയും ആൾക്കാരെയാണ് സെല്ലർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളുടെ പുതിയ സെക്ഷൻ വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറയണത്. പുതിയ സെക്ഷനിൽ വേറെ പറയേണ്ടത്, പക്ഷെ ജനറൽ ബാക്ക്ഗ്രൗണ്ട് ഇത് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരെയും കവർ ചെയ്യും. എക്സെപ്ഷൻ ഇൻഡിവിജ്വൽ ഗവൺമെന്റ് ഓഫ് ഇൻകം ടാക്സ് ഓഡിറ്റ്. 44AB പ്രകാരം ഓഡിറ്റ് ആവശ്യമില്ലാത്ത ഇൻഡിവിജ്വൽസിനെ ഇതിന്ന് പുറത്തു നിർത്തിയിട്ടുണ്ട്. ഇനി ബയർ എന്ന് പറഞ്ഞാൽ ആരാണ്? ബയർ മീൻസ് എ പേഴ്സൺ ഹു പർച്ചേസസ് എനി ഗുഡ്സ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് പേഴ്സൺ എന്നാണ്. നമുക്കറിയാം 7 ടൈപ്പ് ഓഫ് പേഴ്സൺസ് ഉണ്ട്. ആ പേഴ്സൺ എല്ലാവരെയും കവർ ചെയ്യും. അപ്പോ എനി പേഴ്സൺ, ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, എംബസി, ഹൈക്കമ്മീഷൻ, ലിഗേഷൻ, കമ്മീഷൻ, കോൺസുലേറ്റ്, ട്രേഡ് റെപ്രസെന്റേഷൻ, അങ്ങനെ ക്ലബ്ബ്, അങ്ങനെ കുറെ നോർമലി നമ്മളുടെ ക്ലയൻസ് ആവാൻ സാധ്യത ഇല്ലാത്ത ആൾക്കാരാണ് ഇവരെല്ലാവരും. അവരെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്ന ഇത് ഇമ്പോർട്ടന്റ് ആണ്, എ റീറ്റെയിൽ ബയർ ഓഫ് ഗുഡ്സ് ഫോർ പേഴ്സണൽ കൺസംഷൻ എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് മോട്ടോർ കാർ. അപ്പോ ഞാൻ എന്റെ പേഴ്സണൽ കപ്പാസിറ്റിയിൽ സ്ക്രാപ്പ് വാങ്ങുകയാണെങ്കിൽ ഫോർ മൈ ഓൺ യൂസ്, ഞാൻ സ്ക്രാപ്പ് ഒരു സ്ക്രാപ്പ് ഡീലറുടെ അടുത്തുനിന്ന് വാങ്ങണു എന്റെ ഓൺ കൺസംഷന്, അങ്ങനെയാണെങ്കിൽ അതിൽ TCS കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാനൊരു സ്ക്രാപ്പ് റീറ്റെയിൽ ഡീലറാണ്, ഒരു ഹോൾസെയിൽ സ്ക്രാപ്പ് ഡീലറുടെ അടുത്ത് നിന്ന് വാങ്ങുകയാണെങ്കിൽ അതിൽ TCS അപ്ലൈ ചെയ്യും. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബയർ നമ്മൾ കണ്ടു. ബയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് കവേഴ്സ് ഓൾ പേഴ്സൺസ് എക്സെപ്റ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്, ഹൈക്കമ്മീഷൻ അങ്ങനെയുള്ള ആൾക്കാരെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും കവർ ചെയ്യും. ഒരേ ഒരു എക്സെപ്ഷൻ, ആപ്ലിക്കബിൾ ആയിട്ടുള്ള എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് പേഴ്സൺ ആയിക്കോട്ടെ പേഴ്സണൽ കൺസംഷൻ ആണ് വാങ്ങണേന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ബയർ എന്നുള്ള ഡെഫിനിഷന് ഒഴിവാക്കിയിട്ടുണ്ട്. സെല്ലർ നേരത്തെ പറഞ്ഞു എല്ലാവരെയും അപ്ലൈ ചെയ്യും എക്സെപ്റ്റ് ഇൻഡിവിജ്വൽ
ഇൻകം ടാക്സ് ഓഡിറ്റിന്റെ പരിധിയിൽ വരാത്ത ഇൻഡിവിജ്വലോ HUFO ആണെങ്കിൽ അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതാണ് TCS എന്ന് ഒഴിവാക്കിയിട്ടുള്ള സെല്ലറിന്റെ ബയറുടെ. ഇനി ഏതൊക്കെ സ്പെസിഫൈഡ് ഗുഡ്സിലാണ് TCS അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പാൻ ഫർണിഷ് ചെയ്യണം, പാൻ ഉള്ള ആൾക്കാരും പാൻ ഇല്ലാത്ത ആൾക്കാരും. പാൻ ഉള്ള ആൾക്കാരാണെങ്കിൽ ലോവർ റേറ്റ് ആണ്, പാൻ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഹയർ റേറ്റ് ആണ്. ലിക്കർ, അപ്പൊ നേരത്തെ പറഞ്ഞു തന്നെ ലിക്കർ ഓഫ് ആൽക്കഹോളിക് നേച്ചർ അങ്ങനെയുള്ള ഇത് വായിച്ചാൽ മനസ്സിലാവും. ആൽക്കഹോളിക് ലിക്കർ ആണെങ്കിൽ 1% ആണ് പാൻ ഉണ്ടെങ്കിൽ, പാൻ ഇല്ലാന്നുണ്ടെങ്കിൽ അത് 5% ആയി മാറും. അങ്ങനെ ഹയർ റേറ്റ് പാൻ ഇല്ലെങ്കിൽ വരും. അത് ഡബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നോർമലി. പിന്നെ വേറൊരു എക്സംഷൻ, when the above goods are utilized for the purpose of manufacturing, processing or producing things, then TCS is not applicable. ഓൺ കൺസംഷൻ എക്സംഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ്ങിനോ അല്ലെങ്കിൽ ഫർദർ പ്രോസസ്സിങ്ങിനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും സാധനം ഈ റോ മെറ്റീരിയൽ ഉപയോഗിച്ച് വേറെന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ TCS അപ്ലൈ ഇല്ല. ട്രേഡിംഗ് ആണെങ്കിൽ TCS എന്തായാലും അപ്ലൈ ചെയ്യും. ഇഫ് ദ സെയിം ഗുഡ്സ് ആർ യൂട്ടിലൈസ്ഡ് ഫോർ ട്രേഡിംഗ് പർപ്പസ്, ദെൻ ടാക്സ് ഈസ് ആപ്ലിക്കബിൾ, TCS ഈസ് ആപ്ലിക്കബിൾ. ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഒന്ന് സമ്മപ്പ് ചെയ്യാണെങ്കിൽ, അഞ്ചാമത്തെ മെത്തേഡ് ഓഫ് ടാക്സ് കളക്ഷൻ ആണ് TCS. 4 ഘടകങ്ങളാണ് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ബയർ, സെല്ലർ, സ്പെസിഫൈഡ് ഗുഡ്സ്, ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു സ്പെസിഫൈഡ് ഗുഡ്സ് ഓൺലി, പിന്നെ റേറ്റ് ഓഫ് ടാക്സ്. ഇത് 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ബയറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, എല്ലാ പേഴ്സൺസും ബയർ കവർ ചെയ്യും എക്സെപ്റ്റ് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, എംബസി, ഹൈക്കമ്മീഷൻ, ക്ലബ്ബ്, പബ്ലിക് സെക്ടർ കമ്പനി അങ്ങനെയുള്ളത് ഒഴിച്ച് ബാക്കി എല്ലാ പേഴ്സൺസിനെയും ബയർ എന്നുള്ള ഡെഫിനിഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പേഴ്സണൽ കൺസംഷന് വേണ്ടിയിട്ട് വാങ്ങുകയാണെങ്കിൽ എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബയർ കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ സെല്ലറാണ്. സെല്ലറിന്റെ ഡെഫിനിഷനിൽ ഒരുവിധം എല്ലാ പേഴ്സൺസിനും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവർക്ക് സ്പെസിഫിക് എക്സെപ്ഷൻ കൊടുത്തിട്ടില്ല, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എക്സെപ്റ്റ് individual or HUF below the limit of income tax audit under section 44A. അവരെയാണ്. ഏതൊക്കെ ഗുഡ്സിലാണെന്ന് നമ്മൾ കണ്ടു, എന്താണ് റേറ്റ് എന്ന് കണ്ടു. ഇതില് പിന്നെ പറഞ്ഞത് ഗുഡ്സ് പർച്ചേസ് ചെയ്യണം. ബയർ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് മാനുഫാക്ചറിങ്ങിനോ പ്രോസസ്സിങ്ങിനോ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് TCS അപ്ലൈ ഇല്ല. പക്ഷേ ഈ പർച്ചേസ് ചെയ്തത് ഫർദർ ട്രേഡിങ്ങിന് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് TCS അപ്ലൈ ചെയ്യും എന്നാണ്. ശരി, ഇനി നമുക്ക് പുതിയ സെക്ഷൻ എന്താണ് അമെന്റ്മെന്റ് വന്നിരിക്കുന്നത്, എന്താണ് പുതിയ സെക്ഷൻ വന്നതെന്ന് നോക്കാം. സെക്ഷൻ 206C(1)(h). Government of India has introduced a new subsection 1(h) under section 206C with regard to tax collection at source. ഇത് ആദ്യം പറഞ്ഞത് 1/4/2020 അപ്ലൈ ചെയ്യുന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് 1/10 October 1st 2020 അപ്ലൈ ചെയ്യും എന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ മാസം കഴിഞ്ഞാൽ അത് ആപ്ലിക്കബിൾ ആയിരിക്കും. എന്താണ് സെക്ഷൻ പറയണമെന്ന് വായിക്കും. എവ്രി പേഴ്സൺ, നേരത്തെ പറഞ്ഞു 7 ടൈപ്പ് ഓഫ് പേഴ്സൺ, അപ്പൊ എല്ലാവരെയും കവർ ചെയ്യുന്നു. എവ്രി പേഴ്സൺ ബീയിങ് എ സെല്ലർ ഹു റിസീവ്സ് എനി എമൗണ്ട് as consideration for sale of any goods. അപ്പൊ ഇതില് സെല്ലറിന്റെ ഡെഫിനിഷനിലേക്ക് വരണേ ഉള്ളൂ. പക്ഷെ എനി എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആസ് സെയിൽസ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അഡ്വാൻസ് കവർ ചെയ്യോ എന്നുള്ളത് ക്വസ്റ്റ്യനബിൾ ആണ്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഹു റിസീവ്സ് എന്ന് പറഞ്ഞത് റിസീവ് ചെയ്യണം എമൗണ്ട് ആസ് എ കൺസിഡറേഷൻ ഫോർ സെയിൽ. പിന്നെ ഓഫ് എനി ഗുഡ്സ് of the value or aggregate of such value, either as a single invoice, single bill, or aggregate of such bill exceeding 50 lakhs rupees in any previous year. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എവ്രി പേഴ്സൺ
സെല്ലറിന്റെ ഡെഫിനിഷൻ കുറച്ചുകൂടി വരാനുണ്ട്. 10 crore കൂടുതൽ എന്നുള്ളത് ഉണ്ട്, അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. പിന്നെ എനി എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് സെയിൽസ് കൺസിഡറേഷൻ ആയിട്ട് റിസീവ് ചെയ്യണം, റിലേറ്റിംഗ് ടു സെയിൽ ഓഫ് എനി ഗുഡ്സ് ഓഫ് ഐദർ വാല്യൂ മീൻസ് ഐദർ ഇൻ എ സിംഗിൾ ബിൽ ഓർ അഗ്രിഗേറ്റ് ഓഫ് സച്ച് വാല്യൂ in multiple bills exceeding 50 lakhs or more in a previous year, other than the goods covered in subsection 1 or 1F or 1G of 206C. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈ 1ഉം 1F ഉം 1G ഒക്കെ നമ്മൾ നേരത്തെ ഓൾറെഡി ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഗുഡ്സിന്റെ കാര്യമാണ്. ഇത് അതിൽ ആപ്ലിക്കബിൾ അല്ലാത്ത കേസുകളുടെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ബാക്കിയുള്ള എനി ഗുഡ്സിൽ കവർ ചെയ്യുന്നത്. അറ്റ് ദി ടൈം ഓഫ് റെസീപ്റ്റ് of such consideration, collect from the buyer a sum equal to 0.1%. Presently 0.075% ആണ്. ഈ 31/3/2021 വരെ 0.075% ഉള്ളൂ ഇൻസ്റ്റെഡ് ഓഫ് 0.1% of the sales consideration exceeding 50 lakhs rupees. 50 lakhsന്റെ മുകളിൽ വരുന്നതിന് മാത്രമേ വരുള്ളൂ. Provided that if the buyer has not provided PAN number to the seller, then 1% of such സെയിൽസ് കൺസിഡറേഷൻ ഷാൽ ബി കളക്റ്റഡ്. നേരത്തെ വായിച്ചതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എല്ലാ പേഴ്സൺസിനെയും ഇത്, ഇനി താഴെ പറഞ്ഞിട്ടില്ലാത്ത എല്ലാ പേഴ്സൺസിനെയും ഇത് ആപ്ലിക്കബിൾ ആണ്. സെല്ലറിന്റെ ഡെഫിനേഷൻ കുറച്ചുകൂടി വരാനുണ്ട്, അത് നമുക്ക് സബ്സിക്വന്റ് ആയിട്ട് പറയാം. ഇത് കവർ ചെയ്യണത് ഒരു കൊല്ലത്തിൽ ഒരു സെല്ലറ് ഒരു ബയർക്ക്, ഇൻഡിവിജ്വൽ ഒരു പർട്ടിക്കുലർ സെല്ലർ ഒരു പർട്ടിക്കുലർ ബയർക്ക് ഒരു കൊല്ലത്തില് 50 ലക്ഷത്തിൽ കൂടുതൽ വാല്യൂ, ഒരു ഇൻവോയ്സ് ആയിട്ടോ മൾട്ടിപ്പിൾ ഇൻവോയ്സ് ആയിട്ടോ വാല്യൂ ഉള്ള സാധനങ്ങൾ, എനി ഗുഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ വേറെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. എനി ഗുഡ്സ് സെല് ചെയ്യുകയാണെങ്കിൽ 50 ലക്ഷത്തിൽ കൂടുതൽ എത്രയാണോ വരണേ അതിന്റെ 0.075% TCS ആയിട്ട് കളക്ട് ചെയ്യണം, പാൻ നമ്പർ ഉണ്ടെങ്കിൽ. പാൻ നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ 1% ആണ് കളക്ട് ചെയ്യേണ്ടത്. ഇൻസ്റ്റെഡ് ഓഫ് 0.075%, 1% ഹാസ് ടു ബി കളക്ടഡ് ആസ് TCS. ഇനി ആദ്യത്തെ എക്സംഷൻ പറയുന്നു. Provided further that the provision of this subsection shall not apply if the buyer is liable to deduct tax at source under any other provision of this act and has actually been deducted. അതെങ്ങനെ എൻഷുർ ചെയ്യുന്നു പറയാൻ വയ്യ. അതായത് TCS-ഉം TDS-ഉം കൂടി ഒരുമിച്ച് അപ്ലൈ ഇല്ല. TDS അപ്ലൈ ഇല്ലാത്ത കേസുകളിൽ മാത്രമേ TCS അപ്ലൈ ചെയ്യുള്ളൂ. നമുക്കറിയാം കോൺട്രാക്റ്റിൽ TDS അപ്ലൈ ചെയ്യും, പക്ഷെ സെയിൽ ഓഫ് ഗുഡ്സിൽ TDS അപ്ലൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സെയിൽ ഓഫ് ഗുഡ്സ് ആണ് ഈ TCS-ൽ കവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊരു എക്സ്ക്ലൂഷൻ ആണ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. TDS ഉണ്ടെങ്കിൽ ഈ സെക്ഷൻ അപ്ലൈ ചെയ്യില്ല. ഇനി നമുക്ക് ബയറുടെ, നേരത്തെ പറഞ്ഞ ബയർ ആരാണെന്നുള്ളത് നോക്കാം. Buyer means a person who purchases any goods but does not include. നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്. സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, എംബസി, ഹൈക്കമ്മീഷൻ, കോൺസുലേറ്റ്, ട്രേഡ് റെപ്രസെന്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ്, അങ്ങനെയുള്ള പേഴ്സൺസിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാവരെയും ബയർ എന്നുള്ള ഡെഫിനിഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ക്ലോസ് കൊടുത്തിട്ടുണ്ട്. അതായത് സെൻട്രൽ ഗവൺമെന്റ് ബൈ നോട്ടിഫിക്കേഷൻ, ഇഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ഫീൽസ് that some person has to be excluded, then they can exclude by making a notification. അപ്പൊ ആ പവർ സെൻട്രൽ ഗവൺമെന്റ് ആരെ വേണമെങ്കിലും ഒഴിവാക്കാനുള്ള പവർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കണ്ടീഷനിൽ ആകെ സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്, ഹൈക്കമ്മീഷൻ, അങ്ങനെ കോൺസുലേറ്റ്, ട്രേഡ് റെപ്രസെന്റേഷൻ അങ്ങനെയുള്ളവരെ മാത്രമേ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും ബയർ എന്നുള്ള ഡെഫിനിഷനിൽ വരും. ഇനി സെല്ലർ, നേരത്തെ പറഞ്ഞ ഡെഫിനിഷനിൽ സെല്ലറുടെ കാര്യം മുഴുവൻ പറഞ്ഞിരുന്നില്ല, അത് ഇപ്പൊ പറയാം. സെല്ലർ എന്ന് വെച്ചാൽ എ പേഴ്സൺ ഹൂസ് ടോട്ടൽ സെയിൽസ്, ഗ്രോസ് റെസീപ്റ്റോ ടേൺ ഓവറോ എന്തോ ആയിക്കോട്ടെ, ടോട്ടൽ ടേൺ ഓവർ ഓർ സെയിൽസ് ഫ്രം ദി ബിസിനസ് carried on by him exceed 10 crore rupees during the financial year immediately preceding the financial year in which the sale of goods is carried out. അപ്പൊ ഇതില് പേഴ്സന്റെ ബേസിസിലല്ല സെല്ലറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഏത് പേഴ്സണും ആയിക്കോട്ടെ, പക്ഷെ ടേൺ ഓവറിന്റെ ബേസിസിലാണ്. കഴിഞ്ഞ കൊല്ലം 2019-20 ടേൺ ഓവർ 10 കോടിയിൽ കൂടുതലുള്ള എല്ലാ ട്രേഡേഴ്സിനെയും എല്ലാ പേഴ്സൺസിനെയും സെല്ലർ ചെയ്തിട്ടുണ്ട്. ഇവിടെയും
പുതിയൊരു സെക്ഷനാണ്, കുറെ ടീത്തിങ് പ്രോബ്ലം ഉണ്ടാവുന്നുള്ളതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ് റൂൾ മേക്കിംഗ് പവർ പ്രകാരം എന്തെങ്കിലും ഡിഫിക്കൽട്ടി വന്നാൽ മാറ്റാനുള്ള സെല്ലറിന്റെ ഒരു പേഴ്സണെ സെല്ലറിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. Not being a person of central government may by notification in the official gazette specify for this purpose subject to such condition as it may deem fit. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സെല്ലർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം 2019-20 10 crore കൂടുതൽ ടേൺ ഓവർ അച്ചീവ് ചെയ്തിട്ടുള്ള ട്രേഡർ, അച്ചീവ് ചെയ്തിട്ടുള്ള ആളാണ് എനി പേഴ്സൺ, ക്യാൻ ബി കമ്പനി ആവട്ടെ ഇൻഡിവിജ്വൽ ആവട്ടെ, എനി പേഴ്സൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ ഈ സെക്ഷനിലെ സെല്ലർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദിസ് സെക്ഷൻ വിൽ അപ്ലൈ ഫ്രം 1st October 2020 onwards if the sales turnover of the person selling goods is more than 10 crore during the financial year 1920. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1920 ഫിനാൻഷ്യൽ ഇയറിൽ 10 crore എബവ് സെയിൽസ് ഉള്ള ട്രേഡേഴ്സ്, സെയിൽസ് ഉള്ള ബിസിനസ്സുകാരെയാണ്, അസസീസിനാണ് ഈ സെക്ഷൻ അപ്ലൈ ചെയ്യുക. The section will apply if the seller sells goods of value 50 lakhs or more, either in single transaction or in aggregate, during the financial year 2021, that is beginning from 1/4/2020. അപ്പൊ ആദ്യം സെല്ലറെ നമ്മൾ ഡിഫൈൻ ചെയ്തു. കഴിഞ്ഞ കൊല്ലം 1920 10 crore അബവ് സെയിൽസ് നടത്തിയിട്ടുള്ള ആൾക്കാർ. ഇനി അങ്ങനെയുള്ള ആൾക്കാരില് ഇപ്പോ എന്താണെന്നും കൂടി നമ്മൾ നോക്കണം. ഇനിയുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ നോക്കണമല്ലോ. അപ്പോ April 1, 2020 ശേഷം ഇന്ന് വരെ, അല്ലെങ്കിൽ ഒക്ടോബർ 1 വരെ, ഇത് അപ്ലൈ ചെയ്യണ വരെ എന്തൊക്കെ ട്രാൻസാക്ഷൻ ഒരു പർട്ടിക്കുലർ ബയറിന്റെ അടുത്തുണ്ടോ അതും കൂടി കൺസിഡർ ചെയ്യണം. അതും കൂടി കൺസിഡർ ചെയ്തിട്ട് പിന്നെ അതിപ്പോ ഓൾറെഡി 50 lakhs കൂടുതലാണെങ്കിൽ ഇനി 1 രൂപയുടെ ട്രാൻസാക്ഷൻ വന്നാലും നമുക്ക് അപ്ലൈ ചെയ്യും. ഫസ്റ്റ് April 2020 മുതല് ഉള്ള ട്രാൻസാക്ഷൻ പ്രകാരം ഈ പറഞ്ഞ സെല്ലറുടെ അടുത്തുനിന്ന് ഒരു പർട്ടിക്കുലർ ബയർ 50 ലക്ഷത്തിൽ കൂടുതൽ ഗുഡ്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ സെക്ഷൻ അപ്ലൈ. ഓക്കെ, അത് തന്നെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഹെൻസ് till the limit of rupees 50 lakhs there is no requirement to collect TCS by the seller. However, the moment the buyer purchase of the buyer exceeds 50 lakhs, then on such amount exceeding rupees 50 lakhs the seller shall collect TCS. For example പറയാം, Mr. A has bought goods from Mr. B for an amount of 60 lakhs till 39/2020. ഈ സെപ്റ്റംബർ 30, 2020 വരെ മിസ്റ്റർ എ മിസ്റ്റർ ബിയുടെ അടുത്ത് നിന്ന് 60 ലക്ഷം രൂപയുടെ ഗുഡ്സ് വാങ്ങിച്ചിട്ടുണ്ട്. He purchases another 5 lakhs on 10/10/2020. സപ്പോസ് ഒക്ടോബർ 10 ഒരു 5 ലക്ഷം രൂപയുടെ ഗുഡ്സും കൂടി ഈ പറഞ്ഞ മിസ്റ്റർ ബി മിസ്റ്റർ എയുടെ നിന്ന് പർച്ചേസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഈ സെക്ഷൻ അപ്ലൈ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ പ്രൊവൈഡഡ് ഈ മിസ്റ്റർ എ മുമ്പ് സെല്ലർ ആയിട്ടുള്ള ഡെഫിനിഷനിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം 10 crore ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സെക്ഷൻ അപ്ലൈ ചെയ്യും. കാരണം 50 ലക്ഷത്തിൽ കൂടുതൽ April 1 ശേഷം മിസ്റ്റർ ബി മിസ്റ്റർ എയുടെ നിന്ന് വാങ്ങിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സെക്ഷൻ അപ്ലൈ ചെയ്യും. പക്ഷേ എത്രയാണോ 1/10/2020 ശേഷം എത്രയാണോ വാങ്ങിച്ചത് അതിൽ മാത്രം നമുക്ക് TCS കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. റിട്രോസ്പെക്റ്റീവ് എഫക്ട് ഇല്ല. 60 ലക്ഷം വാങ്ങിച്ചു, അത് കഴിഞ്ഞു, അതിൽ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിൽ നോക്കേണ്ട ആകെ 50 ലക്ഷം എക്സീഡ് ചെയ്തു എന്ന് മാത്രമേ നോക്കാനുള്ളൂ. അത് കഴിഞ്ഞ് 50 ലക്ഷം എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ എക്സീഡ് ചെയ്തത് അതില് 0.075% ആണ് TCS കളക്ട് ചെയ്യേണ്ടത്. ഇവിടുത്തെ കേസിൽ 5 ലക്ഷമാണ് പിന്നെ 1/10/2020 ശേഷം വാങ്ങിച്ചത്. അതുകൊണ്ട് 5 ലക്ഷത്തിന്റെ 0.075% ആയ 375 രൂപയാണ് TCS ആയിട്ട് കളക്ട് ചെയ്യുന്നത്. ഇതാണ് ജനറൽ പ്രൊവിഷൻ. ഇനി എക്സെപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദി ഗുഡ്സ് ആർ എക്സ്പോർട്ടഡ് ഔട്ട് ഓഫ് ഇന്ത്യ, അങ്ങനെയുള്ള കേസിൽ TCS അപ്ലൈ ഇല്ല. ഇഫ് ദി ഗുഡ്സ് ആർ ഓഫ് സച്ച് ടൈപ്പ് ഓൺ വിച്ച് TDS is liable to be deducted by the buyer. നേരത്തെ പറഞ്ഞു ഒരു ട്രാൻസാക്ഷനിൽ TDS-ഉം TCS-ഉം കൂടി രണ്ടും കൂടിയും വരില്ല. അതുകൊണ്ട് ഇപ്പൊ വർക്ക് കോൺട്രാക്ട് ആയിക്കോട്ടെ, കോമ്പോസിറ്റ് സപ്ലൈ, രണ്ടും കൂടിയുള്ള ഏതെങ്കിലും രീതിയിൽ രണ്ടും കൂടിയുള്ള സപ്ലൈ ആയിക്കോട്ടെ, അതിൽ ജനറലി 194(c)
അല്ലെങ്കിൽ അങ്ങനെ TDS അപ്ലിക്കബിൾ ആയിട്ടുള്ള കേസുകളായിരിക്കും. അങ്ങനെയുള്ള കേസിൽ TCS അപ്ലൈ ഇല്ല. പിന്നെ if the seller is liable to collect the TCS under any other clause of section 206C. For example, in the case of motor vehicle dealer, he shall collect the TCS on the motor vehicle if the value of vehicle exceeds 10 lakhs. നേരത്തെ തന്നെ ഈ സെക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ പ്രൊവൈഡ് സെക്ഷൻ 206C പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു കാർ ഡീലറുടെ കേസിൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ വിലയുള്ള കാർ വിൽക്കുമ്പോൾ 1% TCS ആയിട്ട് കളക്ട് ചെയ്യണം. അങ്ങനെയുള്ള കേസ് ഇപ്പോഴും അതേപോലെ തന്നെ പോകും. ഈ സെക്ഷന്റെ പരിധിക്ക് പുറത്താണ് ഈ സെക്ഷൻ. 2 സെക്ഷൻ കൂടി അപ്ലൈ ചെയ്യേണ്ട 206C ഉണ്ട്. അങ്ങനെയുള്ളതും എക്സ്ക്ലൂഡ് ചെയ്ത്. ഫർദർ, പ്രൊവിഷൻ ഓഫ് സർവീസ് ബൈ എ പേഴ്സൺ ഇസ് നോട്ട് കവേർഡ് അണ്ടർ ദിസ് സെക്ഷൻ. ഈ സെക്ഷൻ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ സെയിൽ ഓഫ് ഗുഡ്സ്. പ്രൊവിഷൻ ഓഫ് സർവീസ് ഈ സെക്ഷനിൽ കവർ ചെയ്യില്ല. അതുകൊണ്ട് if a person is carrying out both the sales and service to the same buyer, TCS under this section will apply only in the case of sale of goods. Sale of goods മാത്രമേ ഇതിൽ കവർ ചെയ്യുള്ളൂ. സർവീസ് ഇതിൽ കവർ ചെയ്യില്ല, TDS ഇതിൽ കവർ ചെയ്യില്ല, എക്സ്പോർട്ട് ഇതിൽ കവർ ചെയ്യില്ല. എക്സ്പോർട്ട് ആണെങ്കിലും ഇമ്പോർട്ട് ആണെങ്കിലും ഇത് കവർ ചെയ്യില്ല. പിന്നെ സെക്ഷൻ 206C ബാക്കിയുള്ള പ്രൊവിഷനിൽ ഓൾറെഡി കവേർഡ് ആണ്. പിന്നെ രണ്ടാമത് 1H കവർ ചെയ്യേണ്ട ആവശ്യമില്ല. It needs to be noted that the limit of 50 lakhs shall be seen for each buyer separately. ഇതില് ഈ സെക്ഷൻ പറയണത് തന്നെ പർട്ടിക്കുലർ ബയർ, പർട്ടിക്കുലർ സെല്ലർ. ഒരു സെല്ലറുടെ അടുത്ത് നിന്ന് ഒരു ബയർ ഒരു കൊല്ലത്തില് 50 ലക്ഷത്തിൽ കൂടുതൽ വാങ്ങിച്ചാൽ മാത്രമേ എത്രയാണോ കൂടുതൽ 50 ലക്ഷത്തിൽ കൂടുതൽ വാങ്ങുന്നത് അതിന്റെ 0.075% ആണ് TCS വരെ. അപ്പൊ ഓരോ ഇൻഡിവിജ്വൽ ബയറിനും സെപ്പറേറ്റ് ആണ് ഈ പ്രൊവിഷൻ അപ്ലൈ ചെയ്യുക. ഇനിയിപ്പോ ഇതില് നമുക്കറിയാം പുതിയൊരു സെക്ഷൻ വന്നു. അത് വളരെ പ്രൊസീജറൽ കംപ്ലൈൻസിന്റെ സെക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ സാധാരണ GSTക്ക് പറ്റുന്ന പോലെ ധാരാളം ഇഷ്യൂസ് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില ഇഷ്യൂസ് ആണ് ഒന്ന് പറയണത്. ഒന്നാമത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വെദർ TCS അപ്ലൈസ് ടു GST കമ്പോണന്റ് ഇൻ ദ സെയിം. 10 ലക്ഷം 1 കോടി രൂപയുടെ ഒരു സാധനം വാങ്ങിച്ചു, 10% GST എന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയിൽ ആ ഡിഫറൻസിലും TCS അപ്ലൈ ചെയ്യുമോ എന്നുള്ള ക്വസ്റ്റ്യൻ. ഇത് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കറിയാം TDSന്റെ കേസിൽ CBDT ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് TDS ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഓൺ GST കമ്പോണന്റ്. അതുകൊണ്ട് ആ സിമിലർ പ്രൊവിഷൻ തന്നെ TCSന് വരും എന്ന് വിചാരിക്കാം. അത് മാത്രമല്ല TCS അവിടെ സെക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് TCS ഈസ് ആപ്ലിക്കബിൾ ഓൺ സെയിൽസ് കൺസിഡറേഷൻ. ഇപ്പൊ GST എന്ന് പറഞ്ഞാൽ സെയിൽസ് കൺസിഡറേഷൻ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ വരും. GST നമ്മള് ഗവൺമെന്റിന് കൊടുക്കണതാണ്. നമ്മൾ ബയർക്ക് സെല്ലർക്ക് എടുക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഈ കാരണങ്ങൾ കൊണ്ട് TCS GST കമ്പോണന്റിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ജനറൽ ഒപ്പീനിയൻ. ഗവൺമെന്റ് വിൽ ഹാവ് ടു ക്ലാരിഫൈ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, when should the TCS apply on credit sale, on actual receipt or in the invoice date? നിങ്ങൾ മുകളിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഏത് സമയത്താണ് TCS പിടിക്കേണ്ടത് എന്നുള്ളത് സെക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അറ്റ് ദി ടൈം ഓഫ് റെസീറ്റ് എന്ന് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ക്രെഡിറ്റ് സെയിൽ നടത്തി, കാശ് കിട്ടിയിട്ടില്ല, ഇൻവോയ്സ് റേസ് ചെയ്തു, കാശ് കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കേസില് റെസിപ്റ്റ് വരാത്തതുകൊണ്ട് TCS എപ്പോഴാണ് പിടിക്കേണ്ടതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. അതിന് സെക്ഷനിലെ ആക്ച്വൽ റെസീറ്റ് എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് പിടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള അതും ഡിബേറ്റബിൾ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ വാട്ട് വിൽ ഹാപ്പൻ ഓൺ സെയിൽസ് റിട്ടേൺസ്. നമ്മൾ സെയിൽസ് നടത്തി, പൈസ കിട്ടി, TCS പിടിച്ചു, അടച്ചു. അത് കഴിഞ്ഞിട്ട് അത് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ എന്താവും? നിങ്ങൾക്കറിയാം TDSൽ ഇപ്പൊ ഒരു റിവേഴ്സൽ കറക്ഷന്റെ പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ അതേപോലെയുള്ള പ്രൊവിഷൻ എന്തെങ്കിലും റിവേഴ്സലിന് പോലെ തന്നെ പ്രൊവിഷൻ വേണ്ടി വരും സെയിൽസ് റിട്ടേൺ പോലെ. അപ്പൊ അതുകൊണ്ട് എങ്ങനെ അത് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓപ്പൺ പൊസിഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ പൊസിഷൻ ഓൺ അഡ്വാൻസ് റെസീപ്റ്റ്. ഈ സെക്ഷനിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് TCS ഇസ് ആപ്ലിക്കബിൾ ഓൺ സെയിൽ. അഡ്വാൻസ് റിസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സെയിൽ നടന്നിട്ടില്ല. അഡ്വാൻസ് ഇസ് പെയ്ഡ് ഫോർ ആൻ എഗ്രിമെന്റ് ടു സെൽ. ഒരു
സെയിൽ നടത്താനുള്ള എഗ്രിമെന്റ് ആവുമ്പോഴാണ് അഡ്വാൻസ് കൊടുക്കുക. സെയിൽ നടത്താൻ ഇപ്പൊ സെയിലിന്റെ ഡെഫിനിഷൻ എങ്ങനെ വന്നു കഴിഞ്ഞാലും അതിന്റെ റിസ്കും റിവാർഡും പിന്നെ ടൈറ്റിലും എല്ലാം ട്രാൻസ്ഫർ ചെയ്യണം. സെല്ലർ ബയർക്ക് ടൈറ്റിലും റിസ്കും റിവാർഡും എല്ലാം ഫിസിക്കലി അതിന്റെ ഡോക്യുമെന്ററി ആയിട്ടും പിന്നെ ഗുഡ്സ് ഫിസിക്കലി ട്രാൻസ്ഫർ ചെയ്താലാണ് സെയിൽ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അഡ്വാൻസ് റിസീവ് ചെയ്യുമ്പോൾ ഇതൊന്നും നടക്കണില്ല. അതുകൊണ്ട് തന്നെ ഇത് ആക്ച്വലി സെയിൽസ് ഇഫക്ട് ചെയ്തിട്ടില്ല. അപ്പോ അഡ്വാൻസ് ജനറൽ ഒരു ഇൻഡസ്ട്രി ഒപ്പീനിയൻ. ഓക്കെ, പിന്നെയുള്ളത് ഓൾ ഗുഡ്സ് എന്നാണ് ഈ പുതിയ സെക്ഷനിൽ പറയുന്നത്. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ. സെക്ഷൻ 206C 1H is applicable on the sale of all goods. അപ്പോ എന്താണ് ഗുഡ്സ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അപ്പൊ ജനറൽ ക്ലോസ് ആക്ടോ അല്ലെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലോ ആണ് നോർമലി GST ആക്ടിലോ നോർമലി ഗുഡ്സിന്റെ ഡെഫിനേഷൻ നോക്കി പോവാറ്. അപ്പൊ അതില് ഇപ്പൊ നമ്മള് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറും വിൽക്കാറുണ്ട്. ചില കേസുകളിൽ മുമ്പ് വാറ്റ് ആയിരുന്നപ്പോ വാറ്റും സർവീസ് ടാക്സും പിടിച്ചിരുന്നു. GST ആകുമ്പോൾ മുമ്പ് രണ്ടും പിടിച്ചിരുന്നു. കാരണം അതിൽ റൈറ്റ് ടു യൂസ് ഗുഡ്സ് എന്നുള്ള റൈറ്റ് ടു യൂസ് ലൈസൻസും അങ്ങനെയുള്ളതുകൊണ്ട്. അപ്പൊ ഇൻടാഞ്ചിബിൾസിന്റെ കേസിൽ എസ്പെഷ്യലി കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ വെദർ ഇറ്റ് അമൗണ്ട്സ് ടു ഫോൾസ് അണ്ടർ ദി ഡെഫിനിഷൻ ഓഫ് ഗുഡ്സ്, അതിൽ TCS അപ്ലൈ ചെയ്യോ എന്നുള്ളതും ഒരു ക്വസ്റ്റ്യനബിൾ കാര്യമാണ്. ഇപ്പൊ പുതിയ സെക്ഷൻ ആയതുകൊണ്ട് കുറെ ഓപ്പൺ പൊസിഷൻസ് ഉണ്ട്. പക്ഷേ കോംപ്രിഹെൻസീവ് ഒരുവിധം റീസണബിളി കോംപ്രിഹെൻസീവ് ആയിട്ടാണ് സെക്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം 1920 10 crores കൂടുതൽ സെയിൽസ് അച്ചീവ് ചെയ്തിട്ടുള്ള ട്രേഡേഴ്സിന് ഇത് അപ്ലൈ ചെയ്യും. ഒരു പർട്ടിക്കുലർ ബയർക്ക് തന്നെ 50 ലക്ഷത്തിൽ കൂടുതൽ ഇൻവോയ്സ് റേസ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഇൻവോയ്സ് ആയിട്ടോ പല ഇൻവോയ്സ് ആയിട്ടോ ഈ ഒരു കൊല്ലം റേസ് ചെയ്യുകയാണെങ്കിൽ 50 ലക്ഷം കഴിഞ്ഞിട്ട് എത്ര എമൗണ്ട് വരണോ, എത്ര എമൗണ്ട് ആണോ സെയിൽസ് നടത്തണേ ആ എമൗണ്ടുമേ 60 ലക്ഷമാണ് ഈ ബാലൻസ് 10 ലക്ഷത്തുമേ 0.075% പ്രകാരം TCS കളക്ട് ചെയ്യണം, TCS അടയ്ക്കണം, റിട്ടേൺ ഫയൽ ചെയ്യണം. TDSന്റെ പോലെ തന്നെ കംപ്ലയൻസ് ഇഷ്യൂസ് ഉണ്ട്. കംപ്ലയൻസ് പ്രൊവിഷൻ അത് ക്വാർട്ടർലി തന്നെയാണ് TCSന്റെ റിട്ടേണും ഫയൽ ചെയ്യാനുള്ളത്. അപ്പൊ ഒരു പുതിയൊരു കംപ്ലയൻസ് ഏരിയയാണ്. കംപ്ലയൻസ് ചെയ്യേണ്ട കാര്യം വരും, കോസ്റ്റ് കൂടും ബിസിനസിന്റെ. അപ്പൊ ഇതാണ് പുതിയ സെക്ഷൻ. അതിൽ തന്നെ ഒരു ട്രാൻസിഷൻ പ്രൊവിഷൻ എന്നുള്ള രീതിയിൽ ഒരു ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് April 1 മുതൽ ഇന്ന് വരെ ഈ 30/9 വരെ ഇത് അപ്ലൈ ഇല്ല. അപ്പൊ 30/9 വരെയുള്ള സെയിൽസും കൂടി ഇതിൽ കൺസിഡർ ചെയ്യും ഈ 50 ലക്ഷം എന്നുള്ള ലിമിറ്റ് എത്തിക്കാൻ. പക്ഷെ അതിന് റിട്രോസ്പെക്റ്റീവ് എഫക്ട് ഇല്ല. അപ്പൊ മുമ്പ് നടന്ന സെയിൽസിന് ഇനി പോയി TCS കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് 50 ലക്ഷം എന്നുള്ള ഫിഗർ എത്താൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്നാണ് ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നെ TDS അപ്ലൈ ചെയ്യുകയാണെങ്കിൽ TCS അപ്ലൈ ചെയ്യാം. എക്സ്പോർട്ടിലോ ഇമ്പോർട്ടിലോ TCS വരില്ല. പിന്നെ വേറെ 206C വേറെ ടാക്സ് TCS അപ്ലൈ ചെയ്യുന്ന പ്രൊവിഷൻ, എക്സാമ്പിൾ സെയിൽ ഓഫ് മോട്ടോർ കാർ, അതില് മോട്ടോർ കാറിന്റെ അതേ പ്രൊവിഷൻ തന്നെ പോയിക്കോളും. ഈ സെക്ഷൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ജനറൽ. പക്ഷെ എന്നാലും കുറെ ഓപ്പൺ പൊസിഷൻസ് ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ. ഇതാണ് പുതിയ സെക്ഷൻ. ഇനി നമുക്ക് നമ്മുടെ മേജർ നമ്മുടെ ബേസിക് കോഴ്സ് ഓൺ ഇൻകം ടാക്സ് ആണല്ലോ. അപ്പൊ അതിന്റെ സാലറി ആണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിരുന്നത്. എക്സംപ്റ്റ് ഇൻകത്തുനിന്ന് സാലറിയോട് ബന്ധപ്പെട്ട എക്സംഷൻസ് നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് ഇന്ന് തീർക്കേണ്ടത് ടാക്സബിൾ സാലറിയാണ്. നിങ്ങൾ എല്ലാവരും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അതിലത്തെ ക്വസ്റ്റ്യൻ ടാക്സബിൾ സാലറി എത്രയാന്ന് അതിലാണ് ടാക്സ് അപ്ലൈ ചെയ്യുക. അതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ പാർട്ട് ആവുക. അപ്പൊ നമ്മളുടെ ചലഞ്ച്, നമ്മളുടെ അടുത്ത് ക്ലയൻസ് വന്നിട്ട് സാലറി എന്ന് പറയും, നമ്മൾ അതിനെ ടാക്സബിൾ സാലറി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എമൗണ്ട് ഇൻകം ടാക്സ് റിട്ടേണിൽ റെക്കോർഡ് ചെയ്യണം. അതാണ് നമ്മളുടെ ചലഞ്ച്. ഓക്കെ, എങ്ങനെയാണ് അറൈവിങ് അറ്റ് ടാക്സബിൾ സാലറി? ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? സാലറി റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡീറ്റെയിൽസ് അവർ തരും. അത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വെരിഫൈ ചെയ്യാം, അല്ലെങ്കിൽ 26 വെരിഫൈ ചെയ്യും.
അവര് പേഴ്സണലി തരുന്ന ഡീറ്റെയിൽസ് കൺസിഡർ ചെയ്യും. സാലറി സ്ലിപ്പ് ഉണ്ടെങ്കിൽ അത് നോക്കും, സർവീസ് അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അത് നോക്കും, TDS പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാലറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് അവര് നമ്മളടുത്ത് റിട്ടേൺ ഫയൽ ചെയ്യാൻ വരുമ്പോൾ തരാറുണ്ട്, നമ്മൾ വെരിഫൈ ചെയ്യാറുണ്ട്. അതുപോരാ, അതിന്ന് കുറച്ച് സ്റ്റെപ്സും കൂടിയും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ടാക്സബിൾ സാലറിയിലേക്ക് അറൈവ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് സ്റ്റെപ്സ്? 1, അഡ്വാൻസ് സാലറി വല്ലതും കിട്ടിയിട്ടുണ്ടോ? നമുക്കറിയാം 12 മാസം, ഇപ്പോ ഒരു കൊല്ലം മുഴുവൻ ജോലി ഉണ്ടായിരുന്നു എങ്കിൽ 12 മാസമാണ്. 12 മാസത്തെ സാലറിയാണ് നമുക്ക് ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിക്കേണ്ടത്. കാരണം ഇൻകം ടാക്സ് റിട്ടേൺ കവർ ചെയ്യുന്നത് 12 മന്ത്സിലേക്കാണ്. 12 മന്ത് സാലറി അതിൽ വരും. അപ്പൊ അഡ്വാൻസ് ആയിട്ട് വേറൊരു അടുത്ത മാസത്തെ അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 12 മന്ത്സിൽ കൂടുതൽ, 12 മന്ത്സിന്റെ അല്ല അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ കൂടി നമുക്കത് ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിക്കണം. കാരണം ക്ലിയർലി ആക്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അക്രൂവൽ ഓർ റെസിപ്റ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ എന്നുള്ളത്. അപ്പോ സാലറി, ടാക്സബിൾ സാലറി അറൈവ് ചെയ്യാൻ സാലറി അഡ്വാൻസ് നമ്മൾ ആഡ് ചെയ്യണം. അഡ്വാൻസ് സാലറി റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഫൈനാൻഷ്യൽ ഇയർ ഈസ് ടാക്സബിൾ ഇൻ ദി ഇയർ ഓഫ് റെസിപ്റ്റ്. ഫോർ എക്സാമ്പിൾ, monthly salary is 10,000. During March 2020, the salary of April was received as salary advance. Then, such advance salary is taxable in 1920 itself, in the year of receipt. അത് നമ്മൾ ആഡ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് അക്രൂഡ് സാലറി, അതും ആഡ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ പീരീഡ് ഓഫ് എംപ്ലോയ്മെന്റ് ഒരു അസസ്സി പീരീഡ് ഓഫ് എംപ്ലോയ്മെന്റ് എത്രയാണെന്ന് ആദ്യം ഡിറ്റർമിൻ ചെയ്യുക. 12 മാസമെങ്കിൽ 12 മാസം, 6 മാസമെങ്കിൽ 6 മാസം, 7 മാസമെങ്കിൽ 7 മാസം. ആ പീരീഡ് ഓഫ് എംപ്ലോയ്മെന്റിൽ മുഴുവൻ സമയത്തെയും സാലറി നമ്മൾ ആ കൊല്ലത്തെ റിട്ടേണിൽ ഓഫർ ചെയ്യണം. ചിലപ്പോ 10 മാസം ജോലി ചെയ്തിട്ടുണ്ടാവും, 8 മാസത്തെ സാലറി കിട്ടിയിട്ടില്ലെങ്കിൽ കൂടി 10 മാസത്തെയും നമ്മൾ ടാക്സബിൾ സാലറി എന്നുള്ളതിൽ ഓഫർ ചെയ്യണം. കാരണം ഇത് ടൈം ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ accrued salary, even though not yet received for the period of employment, has to be included since it is taxable in the year of accrual. For example, suppose Mr. A worked as an employee for 12 months in 2019-20, but salary for only 11 months was received during 1920. Here the salary for 12 months has to be offered as taxable salary, even though 1 month salary is yet to be received. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ നമ്മളുടെ അടുത്ത് ഫയൽ ചെയ്യാൻ വരുമ്പോൾ സാലറി മുഴുവൻ കൊല്ലത്തെ കിട്ടിയോ, പീരീഡ് ഓഫ് എംപ്ലോയ്മെന്റ് മുഴുവൻ കവർ ചെയ്തിട്ടുണ്ടോ, അവർ തന്ന ഡീറ്റെയിൽസ്, സാലറി ഡീറ്റെയിൽസ് എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യേണ്ടതാണ്. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെയുള്ളത് അലവൻസസ്, കമ്മീഷൻ നോട്ട് പാർട്ട് ഓഫ് റെഗുലർ സാലറി. എനി അതർ പേയ്മെന്റ് ബൈ ദി എംപ്ലോയർ ടു ദി എംപ്ലോയി റിലേറ്റിംഗ് ടു എംപ്ലോയ്മെന്റ് ഐദർ വോളണ്ടറിലി ഓർ നമ്മൾ വിഷയം പഠിക്കും. പക്ഷെ ഒരു ബേസിക് കാര്യം എന്ന് പറയാനുള്ളത് എംപ്ലോയർ എംപ്ലോയിക്ക് ഈ എംപ്ലോയ്മെന്റിന്റെ ഭാഗമായിട്ട് കൊടുക്കണ എല്ലാ പൈസയും സാലറി ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. അതാണ് ഈ സെക്ഷനിൽ കവർ ചെയ്യുന്നത്. അതും അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ റിഫ്ലക്ട് ചെയ്യും, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടാണെങ്കിൽ ഇപ്പൊ ക്യാഷ് വളരെ കുറവാണ്, അതിൽ റിഫ്ലക്ട് ചെയ്യും. അതും കൂടി ആഡ് ചെയ്യാം. ഇതിൽ നിന്ന് ഇനി കുറയ്ക്കേണ്ടത് എന്താണ്? എക്സെംപ്റ്റ് കമ്പോണന്റ്. നമ്മൾ നേരത്തെ പഠിച്ചു LTCയിൽ എക്സെംഷൻ ഉണ്ട്, റിട്ടയർമെന്റ് ആണെങ്കിൽ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിൽ എക്സെംഷൻ ഉണ്ട്, കമ്മ്യൂട്ടഡ് പെൻഷൻ എക്സെംഷൻ ഉണ്ട്, ഗ്രാറ്റുവിറ്റിക്ക് എക്സെംഷൻ ഉണ്ട്. അങ്ങനെയുള്ള എക്സെംപ്റ്റ് കമ്പോണന്റ്സ് നമ്മൾ കുറയ്ക്കണം. നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ അതിൽ വലിയ എമൗണ്ട് ഉണ്ട്. അപ്പൊ അതിന് HR ഒരുവിധം എല്ലാ എംപ്ലോയീസിനും ഉണ്ടാവുന്നതാണ്, അതിൽ എക്സെംഷൻ അവൈലബിൾ ആണ്. അപ്പോൾ HRA കമ്പോണന്റ് സാലറിന്ന് കുറയ്ക്കണം. പിന്നെ ഉള്ളത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് വാല്യൂ ഓഫ് ടാക്സബിൾ പെർക്വിസിറ്റ്സ് എന്ന് പറഞ്ഞത് ആഡ് ചെയ്യണം. കാരണം ഒരു എംപ്ലോയി പൈസ മോണിറ്ററി ടേംസിൽ അല്ലാണ്ട് ബിക്കോസ് ഓഫ് പൊസിഷന്റെ ബേസിസിൽ പല ബെനിഫിറ്റ്സും അല്ലെങ്കിൽ അമ്യൂണിറ്റീസും എംപ്ലോയർ കൊടുക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ബാങ്ക് മാനേജർ ആണെങ്കിൽ ഈവൻ ന്യൂസ് പേപ്പറിനുള്ള അലവൻസ് തന്നെ, ന്യൂസ് പേപ്പറിനുള്ള ഫെസിലിറ്റി തന്നെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ടാക്സബിൾ ആവുമോ? അപ്പൊ അതിനെന്താ സംഭവിക്കണെന്ന് വെച്ചാൽ ന്യൂസ് പേപ്പർ
ഇദ്ദേഹം യൂസ് ചെയ്യണു, അതിന്റെ കാശ് എംപ്ലോയർ കൊടുക്കണം. അദ്ദേഹത്തിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിലോ അല്ലെങ്കിൽ പറയുന്ന ഡീറ്റെയിൽസിലോ 26AS ഒന്നിലും ഇത് റിഫ്ലക്ട് ചെയ്യില്ല. അങ്ങനെയുള്ള കേസുകൾ, അത് അങ്ങനെ കുറെ കേസുകളുണ്ട്. അതെല്ലാം നമ്മൾ എൻക്വയറി ചെയ്യണം. വാല്യൂ അതിന്റെ ഇപ്പോ അങ്ങനെ അവൈൽ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ അറൈവ് ചെയ്യണം. അത് ടാക്സബിൾ സാലറിയുടെ ഭാഗമായിട്ട് ഓഫർ ചെയ്യണം. അതാണ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ ഉള്ളത് 3 ഡിഡക്ഷൻ ആണ്. സെക്ഷൻ 16 3 ഡിഡക്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അത് കുറയ്ക്കാം. ഇത് കുറച്ച് ഇത്രയും ചെയ്താൽ ടാക്സബിൾ സാലറി. ഡിഡക്ഷൻസ് എന്താണ്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എല്ലാവർക്കും അറിയാം, പ്രൊഫഷൻ ടാക്സും എല്ലാവർക്കും അറിയാം, എന്റർടൈൻമെന്റ് അലവൻസ്. ഈ 3 ഡിഡക്ഷൻസ് ആണ് സാലറിയുടെ കേസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതും കൂടി കുറച്ചാൽ കിട്ടും. അപ്പോ ആദ്യം എംപ്ലോയി പറയുന്ന ഡീറ്റെയിൽസിൽ സാലറി നമ്മൾ എഴുതി, അതിന്റെ കൂടെ അഡ്വാൻസ് സാലറി വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തു. സാലറി അക്രൂവ് ചെയ്യേണ്ട കേസ് ഉണ്ടോ നോക്കി, പീരീഡ് ഓഫ് എംപ്ലോയ്മെന്റ് മുഴുവൻ സാലറി പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്ന് നോക്കിയിട്ട് അതും കൂടി കൂട്ടി. അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പേരില് ഐദർ ടു ദി എംപ്ലോയി ഓർ എംപ്ലോയിയുടെ ഫാമിലിക്കോ എന്തെങ്കിലും എംപ്ലോയർ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തു. അതിന്ന് എക്സെംപ്റ്റ് കമ്പോണൻസ് കുറച്ചു. പിന്നെ പെർക്വിസിറ്റ്സ് ആഡ് ചെയ്തു. നോൺ മോണിറ്ററി ആയിട്ട് കൊടുത്തിട്ടുള്ള ബെനിഫിറ്റ്സിന്റെ വാല്യൂ അത് ആഡ് ചെയ്തു. അതിന്ന് ഡിഡക്ഷൻ വീണ്ടും കുറച്ചു. 2 എക്സെംപ്റ്റ് ഇൻകം കുറച്ചു, ഡിഡക്ഷൻസ് കുറച്ചു, ബാക്കിയെല്ലാം ആഡ് ചെയ്തു. ഡിഡക്ഷൻസ് 3 എണ്ണമാണ് നമുക്കറിയാം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, പ്രൊവിഷൻ ടാക്സ്, എന്റർടൈൻമെന്റ് അലവൻസ്. ഈ 3 എണ്ണവും ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ടാക്സബിൾ സാലറി. ഇങ്ങനെ കിട്ടുന്ന ടാക്സബിൾ സാലറി ആണ് നമുക്ക് ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിക്കേണ്ടത്. ഇനി നമുക്ക് വിശദമായിട്ട് ഇതിലേക്ക് പോവാം. ആദ്യം, വാട്ട് ഈസ് സാലറി? ഏത് ട്രാൻസാക്ഷനെയാണ് നമ്മൾ സാലറി എന്ന് പറയുക എന്നുള്ളതാണ് ഇതിലേക്ക് പോവാം. ഇൻ ജനറൽ ടേംസ് നമ്മൾ കൊമേഴ്ഷ്യൽ പാർലൻസിലോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ മനസ്സിലാക്കിയിരിക്കുന്നത്, സാലറി എന്ന് പറഞ്ഞാൽ എനി എമൗണ്ട് റിസീവ്ഡ് ഓർ റിസീവബിൾ ബൈ എൻ എംപ്ലോയി ഫ്രം എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ ഇൻ ദി കോഴ്സ് ഓഫ് ഓർ റിലേറ്റഡ് ടു എംപ്ലോയ്മെന്റ് ഈസ് കൺസിഡേർഡ് ആസ് സാലറി. അപ്പോ ഒരു എംപ്ലോയി, എംപ്ലോയറോ അല്ലെങ്കിൽ ഫോർമർ എംപ്ലോയറോ, സാലറി ആണെങ്കിൽ എംപ്ലോയർ, പെൻഷൻ ആണെങ്കിൽ ഫോർമർ എംപ്ലോയർ. ഒരു എംപ്ലോയി എംപ്ലോയറുടെ അടുത്തുനിന്ന് എനി എമൗണ്ട് റിസീവ്ഡ്, അതില് അതിലൊരു ലിമിറ്റോ അങ്ങനെയൊന്നുമില്ല, എനി എമൗണ്ട് റിസീവ്ഡ് റിലേറ്റഡ് ടു എംപ്ലോയ്മെന്റ് ഓർ ഇൻ ദി കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, റിലേറ്റഡ് ടു എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ റിട്ടയർമെന്റ്. അപ്പൊ എംപ്ലോയ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എംപ്ലോയ്മെന്റിന്റെ ഭാഗമായിട്ടോ അല്ല അതിനോട് ബന്ധപ്പെട്ടിട്ടോ ഒരു എംപ്ലോയി എംപ്ലോയറുടെ അടുത്തുനിന്ന് എന്ത് എമൗണ്ട് റിസീവ് ചെയ്യണോ അതിനെയാണ് സാലറി എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോ അതിന്റെ ഫസ്റ്റ് റിക്വയർമെന്റ്, ഫോർമോസ്റ്റ് റിക്വയർമെന്റ് ഈസ് എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഐദർ പ്രസന്റ് ഓർ പാസ്റ്റ്. ഇപ്പോഴോ അല്ലെങ്കിൽ മുമ്പോ, ഐദർ പ്രസന്റ് ഓർ പാസ്റ്റ്, ഒരു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് നിർബന്ധമാണ്. എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ ആ എമൗണ്ട് സാലറി എന്ന് പറഞ്ഞ ഹെഡില് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അത് ഇൻകം ഫ്രം അതർ സോഴ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹെഡിലേക്ക് പോകേണ്ടി വരും. അപ്പൊ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് വളരെ നിർബന്ധമാണ്. പറയാം, Mr. B are the directors of Messrs. AB Private Limited. Both of them receive 1 lakh rupees from the company as managerial remuneration or director remuneration. Mr. A is an executive director. Executive director എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് വന്നു. അതുകൊണ്ട് മിസ്റ്റർ എ റിസീവ് ചെയ്യണ 1 lakh rupees will be taxable as salary. അതേസമയം മിസ്റ്റർ ബി is a non-executive director. നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഡേ ടു ഡേ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാത്ത ഡയറക്ടർ ബോർഡിൽ വരും, ആവശ്യമുണ്ടെങ്കിൽ വരും, അങ്ങനെയുള്ള കേസ്. അങ്ങനെയുള്ള ആള് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എംപ്ലോയി അല്ല, എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ല. അതുകൊണ്ട് ആ 1 lakh മിസ്റ്റർ ബിക്ക് കിട്ടുന്ന 1 lakh ഇൻകം ഫ്രം അതർ സോഴ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവണം. ഇറ്റ് ഇസ് നോട്ട് സാലറി. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാല്, commission or remuneration received by an agent from his principal is not salary, being an independent contract. LICയുടെ ഏജൻസ് ഉണ്ട്, LICയുടെ ഏജൻസിന് കമ്മീഷനാണ് കിട്ടാറ്, അത് സാലറി അല്ല, എല്ലാവർക്കും അറിയാം.
അത് സാലറി അല്ല, ബിസിനസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാറ്. അതുകൊണ്ട് കാരണം അവിടെ ഒരു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഇല്ല. പിന്നെ വേറൊരു കേസ് പറഞ്ഞാൽ ഒരു ജനറൽ കേസ് കോൺട്രാക്ട് ഓഫ് സർവീസ്, കോൺട്രാക്ട് ഫോർ സർവീസ് എന്ന് പറഞ്ഞ രണ്ട് കൺസെപ്റ്റ് ഉണ്ട്. കോൺട്രാക്ട് ഓഫ് സർവീസ് പറഞ്ഞാൽ അത് ഒരു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉള്ള ഒരു മാസ്റ്റർ സെർവന്റ് അല്ലെങ്കിൽ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉള്ള കോൺട്രാക്ട് ആണ്. കോൺട്രാക്ട് ഫോർ സർവീസ് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് കോൺട്രാക്ട് ആണ്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് കോൺട്രാക്ട് ഓഫ് സർവീസ് there exists employer employee relation and the employer can control the action of the employee and hence it is taxable as salary. For example, an employee from the accounts department of the employer company carries out GST filing. ഒരു കമ്പനിയിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടുത്തെ മാനേജർ GST ഫയലിംഗ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ട്രാൻസാക്ഷനിൽ അത് അദ്ദേഹത്തിന്റെ സർവീസ് അഗ്രിമെന്റിന്റെ ഭാഗമാണ്, വർക്ക് പ്രൊഫൈലിന്റെ ഭാഗമാണ്. അതിൽ കിട്ടുന്ന പൈസ വിൽ ബി ട്രീറ്റഡ് ആസ് സാലറി ഓൺലി. ഇവിടെ ഇതിനെ പറ്റി ക്വസ്റ്റ്യൻ ചെയ്യാനും എല്ലാം എംപ്ലോയർ കമ്പനിക്ക് പറ്റും. അതൊരു കോൺട്രാക്ട് ഓഫ് സർവീസ് ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് കോൺട്രാക്ട് ഫോർ സർവീസ് there is no employer-employee relationship and the employer cannot control the action of the other party. Example, a company outsources GST filing to a GST consultant. നിങ്ങൾ GST കൺസൾട്ടൻസ് ആണ്, അവര് മറ്റേ GST റിട്ടേൺസ് ഫയൽ ചെയ്യണം. അത് കോൺട്രാക്ട് ഫോർ സർവീസ് ആണ്. അതിൽ നിന്ന് കിട്ടുന്ന പൈസ സാലറി അല്ല, ദാറ്റ് വിൽ ബി ബിസിനസ് ഓൺലി. അതാണ് ഡിഫറൻസ്. ഇനി രണ്ടു മൂന്ന് കേസിലോ പറയാം. ഇൻ ITC വേഴ്സസ് CIT. ITC എന്ന് പറഞ്ഞാൽ മറ്റേ ചെയിൻ ഓഫ് ഹോട്ടൽസ് ഉണ്ട്, ITCയുടെ വെൽക്കം ഗ്രൂപ്പ്. വൈല് ദി സുപ്രീം കോർട്ട് ഹാസ് ഹെൽഡ് ദാറ്റ് ടിപ്സ് കളക്ടഡ് by the hotel assessee as a percentage of the bill and passed on to waiters or employees is not salary, since the amount is not as per service contract. The hotel collects and passes on the same as trustee only. അതായത് ITCയുടെ വലിയ ഹോട്ടൽസ് ആണ്. അപ്പൊ അവിടെ ഒരു കോമൺ ഒരു പ്രൊസീജിയർ ഉണ്ട്. അതായത് ബില്ലിന്റെ പൈസ എത്രയാണോ അതിന്റെ ഒരു പ്രിസ്ക്രൈബ്ഡ് പെർസെന്റ്, 5%, 3%, അത് ബില്ലിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യും. അത് ടിപ്പാണ്. എന്നിട്ട് ഈ പൈസ അവിടുത്തെ വെയിറ്റർമാർക്ക് കൊടുക്കും. അപ്പൊ വെയിറ്റർമാർ ഡയറക്ട്ലി പാർട്ടിയുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യണില്ല, ബില്ലിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാണ്, ബില്ലിൽ തന്നെ വേറെ എഴുതുകയാണ്. അത് കളക്ട് ചെയ്യണു, എന്നിട്ട് അത് ഹോട്ടലിൽ കളക്ട് ചെയ്യണു, വെയിറ്റേഴ്സിന് കൊടുക്കണം. അങ്ങനെയുള്ള കേസിൽ സുപ്രീം കോടതി പറഞ്ഞു ഹോട്ടല് ഈ ടിപ്സ് അപ്പോർഷൻ ചെയ്യണം, ഈ ടിപ്സ് കൊടുക്കുന്നത് സാലറിയുടെ ഭാഗമല്ല. കാരണം അതൊരു സർവീസ് കോൺട്രാക്റ്റിൽ ഉള്ളതല്ല, അതൊരു വോളണ്ടറി പേയ്മെന്റ് ആണ്, സർവീസ് കോൺട്രാക്റ്റിൽ ഉള്ളതല്ല. അത് വെറുതെ ജസ്റ്റ് കമ്പനി അത് പാസ് ഓൺ ചെയ്യണേ ഉള്ളൂ, ആസ് എ ട്രസ്റ്റി അത് പാസ് ഓൺ ചെയ്യണേ ഉള്ളൂ. അതുകൊണ്ട് അത് സാലറി അല്ല എന്ന് പറഞ്ഞു. പിന്നെ ലല്ലു പ്രസാദ് വേഴ്സസ് CIT. ലല്ലു പ്രസാദ് മുമ്പത്തെ ബീഹാർ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം പാറ്റ്ന ഹൈക്കോർട്ട് has held that the amount received by chief minister is salary, since the chief minister is not a political post but a constitutional post. However, CBDT has clarified that payment to MP or MLA is not salary. Year of chargeability is either on due basis or receipt basis, whichever is earlier. Hence, advance salary is taxable in the year of receipt, even though it is not due. നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. പിന്നെ any amount received as remuneration by the partner from his partnership firm is not salary, since there is no employer-employee relationship. നമുക്കറിയാം പാർട്ട്ണർഷിപ്പ് ഡീഡില് ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്നേഴ്സിന് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാവും. റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പൈസ എടുക്കാറുണ്ട്. അത് നമ്മൾ ബിസിനസ് ഇൻകം ആയിട്ടാണ് കാണിക്കുക. കാരണം പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി അല്ല, പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ എംപ്ലോയി അല്ല പാർട്ട്ണർ. അതുകൊണ്ട് അത് സാലറി ആയിട്ട് വരും. ഇത് നമ്മൾ ഇപ്പൊ ഇതുവരെ സംസാരിച്ചത് എന്താണ് കൊമേഴ്ഷ്യൽ പാർലൻസിലോ അല്ലെങ്കിൽ ജനറലി സാലറി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാറ്. ഇനി നമുക്ക് സെക്ഷനിലേക്ക് വരാം. സെക്ഷൻ ഇൻകം ടാക്സ് ആക്ടിൽ തന്നെ സാലറി ഒരു ഇൻക്ലൂസീവ് ആയിട്ട്, എക്സോസ്റ്റീവ് ആയിട്ടല്ല, ഇൻക്ലൂസീവ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ പല എലമെന്റ്സ് ഉണ്ട്. ആ എലമെന്റ്സ് ആണ് നമുക്ക് ഇനി അറിയുന്നത്. Section 17(1) of the Act has defined salary as including wages, pension, gratuity,
ഫീസ്, അഡ്വാൻസ് ഓഫ് സാലറി, കമ്മീഷൻ പെയ്ഡ് ബൈ ദി എംപ്ലോയർ ടു എംപ്ലോയി. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. വേജസ് എന്ന് പറഞ്ഞ സാലറിയാണ് നമുക്കറിയാം. ഏതെങ്കിലും ഒരാൾക്ക് പെൻഷനായിട്ട് പൈസ കിട്ടിയാൽ അത് സാലറിയിൽ അക്കൗണ്ട് ചെയ്യണം. സാലറിയുടെ ഹെഡ് അത് സാലറിയുടെ ഹെഡായിട്ട് കാണിക്കണം. ഫീസ് ഗിവൺ ബൈ ദി എംപ്ലോയർ, എന്ത് പേരിട്ട് ഫീസ് നിട്ടാലും, മാനേജ്മെന്റ് ഫീസ് എന്ത് പേരിട്ട് വിളിച്ചാലും, ഫീസ് നിട്ടാലും അത് എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുകയാണെങ്കിൽ അത് സാലറിയിൽ തന്നെയാണ് കാണിക്കേണ്ടത്. അത് സാലറിയാണ്. അഡ്വാൻസ് സാലറി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സാലറിയാണ്. അതേപോലെ കമ്മീഷൻ, ചില കേസുകളിൽ എസ്പെഷ്യലി എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർക്ക് കമ്മീഷൻ കൊടുക്കും ആസ് എ പെർസെന്റേജ് ഓഫ് ടേൺ ഓവറോ അല്ലെങ്കിൽ പ്രോഫിറ്റോ, അങ്ങനെ കമ്മീഷൻ കൊടുക്കും. അതും എംപ്ലോയർ ആണ് എംപ്ലോയിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് സാലറി ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. മാത്രമേ കിട്ടുള്ളൂ. അപ്പോ ഇത് ഈ നേരത്തെ പറഞ്ഞ വേജസ്, പെൻഷൻ ഇതെല്ലാം കൺഫ്യൂഷൻ ഒന്നുമില്ല, സാലറി ആയിട്ട് തന്നെ അക്കൗണ്ട് ചെയ്യണം. രണ്ടാമത്തെ കേസ് പെർക്വിസിറ്റ്സ് എന്നാണ്. പെർക്വിസിറ്റ്സ് വിൽ ബി റിഗാർഡഡ് ആസ് സാലറി. പെർക്വിസിറ്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് ഒരു ബാങ്കിന്റെ മാനേജർക്ക് പല ഫെസിലിറ്റീസും കൊടുക്കും. ഫ്രീ അക്കോമഡേഷൻ കൊടുക്കണം, ഫ്രീ കാറ് കൊടുക്കണം എന്ന് വയ്ക്കുക. അപ്പൊ അതിന് ബാങ്ക് മാനേജറുടെ ബാങ്ക് അക്കൗണ്ടില്, സാലറി അക്കൗണ്ടില് പൈസയൊന്നും വരില്ല. പക്ഷെ ബാങ്ക് മാനേജർക്ക് അത്രയും ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഇത് ബാങ്കിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചാർജ് ചെയ്ത് പോവുകയുള്ളൂ. പക്ഷെ അത് ബാങ്ക് മാനേജർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെ നോൺ മോണിറ്ററി ആയിട്ട് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് പെർക്വിസിറ്റ്സ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ എൻക്വയറി ചെയ്തിട്ട് ബാങ്ക് 26 ASലോ ബാങ്ക് സ്റ്റേറ്റ്മെന്റിലോ റിഫ്ലക്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇത് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ മാത്രമേ അതിന്റെ ഇൻഫർമേഷൻ കിട്ടുള്ളൂ. ഇൻഫർമേഷൻ കിട്ടി പെർക്വിസിറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലായാൽ തന്നെ അതിന്റെ വാല്യുവേഷൻ കണ്ടുപിടിക്കണം. കാരണം ഒരു മോണിറ്ററി വാല്യൂ ഇട്ടാലേ നമുക്ക് ടാക്സിനെ ഓഫർ ചെയ്യാൻ പറ്റുള്ളൂ, സാലറി ആയിട്ട് ഓഫർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ വാല്യുവേഷൻ റൂൾസ് ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. മൂന്നാമത്തെ കേസാണ് പ്രോഫിറ്റ് ഇൻ ലൂ ഓഫ് സാലറി. അതായത് ഇതൊരു ജനറൽ ടേം ആണ്. പ്രോഫിറ്റ് ഇൻ ലൂ ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയിക്ക് എന്ത് പേരിട്ട് വിളിച്ചു കൊടുത്താലും അതിനെ വേറെ ഒന്നിലും വരില്ല എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഇൻ ലൂ ഓഫ് സാലറി എന്ന് പറഞ്ഞ ഹെഡിലാണ് വരിക. അതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ഈ പെർക്വിസിറ്റും പ്രോഫിറ്റ് ഇൻ ലൂ ഓഫ് സാലറിയും നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന കാര്യം തന്നെയാണ് ലീവ് എൻകാഷ്മെന്റ് ഈസ് ട്രീറ്റഡ് ആസ് സാലറി സബ്ജക്ട് ടു എക്സംഷൻ. എക്സംഷൻ ഓവർ ആൻഡ് അബവ് എക്സംഷനിൽ നമുക്ക് കിട്ടുന്ന ലീവ് എൻകാഷ്മെന്റ് അറ്റ് ദി ടൈം ഓഫ് റിട്ടയർമെന്റ് ഓർ റെസിഗ്നേഷൻ ഓർ വാട്ട് എവർ ഈസ് ട്രീറ്റഡ് ആസ് സാലറി. പിന്നെയുള്ളത് പ്രോവിഡന്റ് ഫണ്ടിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. പ്രോവിഡന്റ് ഫണ്ടിനെ പറ്റി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പക്ഷെ ഒന്നുകൂടി പറയാം. പ്രോവിഡന്റ് ഫണ്ടിൽ 4 കമ്പോണൻസ് ഉണ്ട്. പ്രോവിഡന്റ് ഫണ്ടില് എംപ്ലോയർ ആദ്യം ഓരോ മാസവും എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യും പൈസ, എംപ്ലോയി പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യണ പൈസ ഒരു ഫണ്ടായി മാറും. ബാങ്ക് അക്കൗണ്ട് പോലെ ഒരു ഫണ്ട് ഒരു അക്കൗണ്ടിൽ ബാലൻസ് ആയിട്ട് കിടക്കും. ആ ബാലൻസിനെ ഓരോ കൊല്ലവും ഇൻട്രസ്റ്റ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ ഒരു പ്രോവിഡന്റ് ഫണ്ടില് ഈ 4 കമ്പോണൻസും കൂടാണ്. ഒന്ന് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ, 2 ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഓൺ സച്ച് കോൺട്രിബ്യൂഷൻ, എംപ്ലോയി കോൺട്രിബ്യൂഷൻ, ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഓൺ സച്ച് കോൺട്രിബ്യൂഷൻ. ഈ 4 എണ്ണമാണ് പ്രോവിഡന്റ് ഫണ്ടിന്റെ ബാലൻസിൽ ഫണ്ട് ബാലൻസ് ആയിട്ട് ഉണ്ടാവും. പിന്നെ ഇങ്ങനെ ഓരോ കൊല്ലവും ഇങ്ങനെ അക്രൂ ചെയ്ത് പോകും. ഓരോ കൊല്ലവും ആഡ് ചെയ്യണു, കോൺട്രിബ്യൂഷൻ ആഡ് ചെയ്യണു, അതുമേലുള്ള ഇൻട്രസ്റ്റും ആഡ് ചെയ്ത് പോയി ഒരു ബാലൻസ് ആവും. അത് കഴിയുമ്പോൾ അറ്റ് ദി ടൈം ഓഫ് ടെർമിനേഷൻ ഒന്നില്ലെങ്കിൽ ഈ പൈസ തിരിച്ചെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഈ പൈസ വേറൊരു പ്രോവിഡന്റ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കാരണം ഒരു കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് മാറുമ്പോൾ ഈ കമ്പനിയിലത്തെ പ്രോവിഡന്റ് ഫണ്ടിന്റെ ബാലൻസ് അടുത്ത കമ്പനിയുടെ പ്രോവിഡന്റ് ഫണ്ടിലേക്ക് മാറ്റാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. 4 കോൺട്രിബ്യൂഷൻ, 4 ടൈപ്പ് ഓഫ് ഇൻകം വരും. അത് അറ്റ് ദി ടൈം ഓഫ് റിട്ടയർമെന്റ് ഓർ റെസിഗ്നേഷൻ ഐദർ ഇറ്റ് ഈസ് റിസീവ്ഡ്, ക്യാഷ് ആയിട്ട് നമ്മൾ എടുക്കും, അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇങ്ങനെയാണ് വരിക. അപ്പോ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എംപ്ലോയർ 12% ഓഫ് സാലറിയിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്താൽ, എംപ്ലോയിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്താൽ അത് സാലറി ആയിട്ട് ട്രീറ്റ് ചെയ്യും. 12% വരെ എക്സെപ്റ്റ് ആണ്, നോ സാലറി. പക്ഷെ 12% കഴിഞ്ഞിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് സാലറി ആയിട്ട് ട്രീറ്റ് ചെയ്യും. അത് എംപ്ലോയിയുടെ ഹാൻഡ്സിൽ ടാക്സബിളും ആണ്. അതേപോലെ ഗവൺമെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന റേറ്റ് 9.5% ആണ്.
ഈ ബാലൻസ് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനിലും എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനിലും മറ്റേ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത് 9.5% കൂടുതലാണ് എങ്കിൽ അതും എംപ്ലോയിയുടെ ഹാൻഡ്സിൽ ടാക്സബിൾ ആണ്. ഈ രണ്ട് കേസാണ് പ്രോവിഡന്റ് ഫണ്ടിന്റെ റിലേറ്റഡ് ആയിട്ട്. ഒന്ന്, എംപ്ലോയർ 12% കൂടുതൽ സാലറിയിൽ കൂടുതൽ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്താൽ അത് ടാക്സബിൾ സാലറി ആയി. അതേപോലെ ഇങ്ങനെയുള്ള കോൺട്രിബ്യൂഷനിൽ 9.5% കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുത്താലും അത് സാലറി ആയി. 9.5% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിലും കൂടിയാവും. പക്ഷെ മറ്റേ എംപ്ലോയീസ് കോൺട്രിബ്യൂഷന്റെ ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം അതർ സോഴ്സ് ആയതുകൊണ്ട് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഇൻട്രസ്റ്റ് മാത്രമേ ഇതിൽ കവർ ചെയ്യും. ഓക്കെ. പിന്നെ വേറെ ഒന്നും കൂടി ഉള്ളത്, സെൻട്രൽ ഗവൺമെന്റോ എംപ്ലോയറോ ഇപ്പോ പുതിയതായിട്ട് പെൻഷൻ ഫണ്ട്സ് ധാരാളം പെൻഷൻ സ്കീംസ്, നാഷണൽ പെൻഷൻ സ്കീം ഉണ്ട്, അങ്ങനെ കുറെ പെൻഷൻ ഫണ്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോ സർവീസ് എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടോ അല്ലാതെയോ എംപ്ലോയർ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിയുടെ നോട്ടിഫൈഡ് പെൻഷൻ സ്കീമിലേക്ക് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യണോ അത് ടാക്സബിൾ സാലറിയാണ്. അതിന് എക്സംഷൻ ഒന്നുമില്ല, അത് സാലറി ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോ സെക്ഷൻ 17(1) പ്രകാരം ഇൻകം ടാക്സ് ആക്ട് തന്നെ ഇൻക്ലൂസീവ് ആയിട്ട് സാലറി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് അറിയാവുന്ന കേസുകളാണ് എല്ലാം. വേജസ്, പെൻഷൻ, ഗ്രാറ്റുവിറ്റി ഇതെല്ലാം അറിയാവുന്നതാണ്. ഇതെല്ലാം സാലറി ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. സ്പെഷ്യൽ ആയിട്ടുള്ളത് ഒന്ന്, ഈ കോൺട്രിബ്യൂഷൻ ടു PF നമ്മൾ പറഞ്ഞു 12% സാലറിയിൽ കൂടുതലോ അല്ലെങ്കിൽ 9.5% കൂടുതൽ ഇൻട്രസ്റ്റോ ക്രെഡിറ്റ് ചെയ്താൽ അത് സാലറി ആയിട്ട് വരും. പിന്നെ പെൻഷൻ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത അതും സാലറി ആയിട്ട് വരും, ട്രീറ്റ് ചെയ്യും. രണ്ട് കാര്യങ്ങളുള്ളത്, പെർക്വിസിറ്റും പ്രോഫിറ്റ് ഇൻ ലൂ ഓഫ് സാലറിയാണ്. ഇത് രണ്ടും ഒന്ന് നമുക്ക് സീരിയസ് ആയിട്ട് പഠിക്കാം. ഓക്കെ. അല്ല, ആദ്യം പ്രോഫിറ്റ് ഇൻ ലൂ ഓഫ് സാലറി നമുക്ക് നോക്കാം. സെക്ഷൻ 17(3) ആണ് പ്രോഫിറ്റ് ഇൻ ലൂ ഓഫ് സാലറി. These pay are received by the employee in lieu of or in addition to salary or wages and will form part of taxable salary. സെക്ഷൻ 17(3) 4-5 കേസുകളാണ് പറയുന്നത്. അത് സാലറി ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. ഒന്ന്, ടെർമിനൽ കോമ്പൻസേഷൻ. ടെർമിനൽ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി ടെർമിനേറ്റ് ചെയ്യുമ്പോൾ, ഐദർ റിസൈൻ ചെയ്യോ റിട്ടയർമെന്റ് ചെയ്യോ, എങ്ങനെയാണെങ്കിലും അത് ഇൻകപ്പാസിറ്റേറ്റഡ് എന്തോ ആയിക്കോട്ടെ, ടെർമിനേറ്റ് ചെയ്യുമ്പോൾ, സർവീസ് എഗ്രിമെന്റ് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന കോമ്പൻസേഷൻ, ആ കോമ്പൻസേഷൻ എന്തായാലും സാലറി ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യാന്നാണ് കൺഫേം ചെയ്ത് പറയുന്നത്. ഇത് വേറൊരു കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ ചെയ്യുന്നത് പറയണു. ഒരു എംപ്ലോയർ സർവീസ് നിർത്തുകയാണ് ബിക്കോസ് ഓഫ് ഐദർ റിട്ടയർമെന്റ് ഓർ പ്രിമച്വർ ടെർമിനേഷൻ ഓർ റെസിഗ്നേഷൻ. അങ്ങനെയാവുമ്പോൾ കോമ്പൻസേഷൻ കൊടുക്കും എംപ്ലോയർ. ആ കോമ്പൻസേഷൻ വിൽ ബി ട്രീറ്റഡ് ആസ് സാലറി. അതിലെ ടെർമിനൽ കോമ്പൻസേഷൻ by an assessee from his employer or former employer at or in connection with termination of his employment or the modification of terms of agreement related thereto is regarded as profit in lieu of salary. ഇത് പറഞ്ഞിരിക്കണം എന്താ വെച്ചാൽ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ്. ചില കേസുകളിൽ ടെർമിനേറ്റ് ചെയ്യേണ്ടതിന് പകരം സർവീസ് എഗ്രിമെന്റ് മോഡിഫൈ ചെയ്യും. പക്ഷെ അത് സാലറി കിട്ടിക്കൊണ്ടിരുന്നത് കുറവാണ് വരണേന്നുണ്ടെങ്കിൽ ഒരു കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള കോമ്പൻസേഷനും പ്രോഫിറ്റ് ഇൻ ലൂ ഓഫ് സാലറി എന്നുള്ള രീതിയിൽ സാലറിയുടെ ഹെഡിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്യുക. ശരി. ഇനി പേയ്മെന്റ് ഫ്രം an unrecognized provident fund to an unapproved superannuation fund. നമ്മൾ നേരത്തെ സംസാരിച്ചു, പ്രോവിഡന്റ് ഫണ്ടിൽ 4 കമ്പോണൻസ് ആണ് ഉണ്ടാവുക. അത് സാധാരണ റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട് എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ വഴിയോ അല്ലെങ്കിൽ ഗവൺമെന്റ് അംഗീകരിച്ചിട്ട് ഉള്ള, അതായത് ഫണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനും എല്ലാം ഓഡിറ്റും എല്ലാം ഗവൺമെന്റ് നോക്കണ അല്ലെങ്കിൽ അപ്രൂവ്ഡ് അതോറിറ്റി നോക്കണ ഫണ്ടുകളാണ്. ചില കേസുകളിൽ ചില എംപ്ലോയേഴ്സ്, കമ്പനികളാണ് മെയിൻലി, ചില എംപ്ലോയേഴ്സ് പറയും ഞങ്ങളുടേതായിട്ടുള്ള ഒരു പ്രോവിഡന്റ് ഫണ്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, എല്ലാ എംപ്ലോയീസും കോൺട്രിബ്യൂട്ട് ചെയ്യണം, ഞങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്യും എന്ന് പറയും. അത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇൻകം ടാക്സ് അതോറിറ്റീസ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഫണ്ട് അല്ല. ഓഡിറ്റോ അങ്ങനെ ഒന്നും അറിയില്ല, ഒന്നും നോക്കാറുമില്ല. അൺറെക്കഗ്നൈസ്ഡ് ആയതുകൊണ്ട് തന്നെ വേറൊരു റൂൾസും അതിൽ അപ്ലൈ ചെയ്യണില്ല. അപ്പോ അതിലേക്കുള്ള കോൺട്രിബ്യൂഷനില് യാതൊരു ടാക്സോ ഒന്നും വരില്ല. പക്ഷെ ആ അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിന്റെ ബാലൻസ് എപ്പോഴാണോ റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ അതൊന്ന് പേയ്മെന്റ് നടത്തുകയോ ചെയ്യുമ്പോൾ അതിനെയാണ് ടാക്സ് പിടിക്കുക. അതിനു മുമ്പ്
ടാക്സ് ഇല്ല. പക്ഷെ അത് കഴിയുമ്പോൾ ആ ചേഞ്ച് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ചേഞ്ച് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ പേ ചെയ്യുക. ഈ സന്ദർഭത്തിൽ ടാക്സ് വരും. വായിക്കാം. എനി പേയ്മെന്റ് ഡ്യൂ ടു ഓർ റിസീവ്ഡ് ബൈ എൻ assessee from an unrecognized provident fund or an unrecognized superannuation fund to the extent to which such payment does not consist of contributions by the employee or interest on such employee's contribution. നേരത്തെ പറഞ്ഞു, as already mentioned, the payment from unrecognized provident fund or superannuation will have 4 components, namely regular employer contribution, മാസാമാസം എംപ്ലോയറുടെ contribution, accrued interest thereon, അതുമേലുള്ള ഇൻട്രസ്റ്റ്, റെഗുലർ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ. എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ സാലറിയിൽ നിന്ന് ഡിഡക്ഷൻ കിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട് ആയതുകൊണ്ട്, അതുകൊണ്ട് അത് സാലറി ആയിട്ട് ഓൾറെഡി ടാക്സ് ചെയ്ത് കഴിഞ്ഞു. പ്ലസ് ഇൻട്രസ്റ്റ് thereon, ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റ്. ഈ 4 കമ്പോണന്റ് ആണ് ഈ അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിൽ ഉണ്ടാവുക. ഔട്ട് ഓഫ് ദി അബവ്, employers contribution and interest thereon and interest on employees contribution were not taxed during the period of employment till the date of termination, and hence total employers contribution till date, interest on such contribution would both be taxable as profit in lieu of salary under the head salary. അപ്പൊ ഈ 3 എണ്ണാണ് ഇതുവരെ ടാക്സ് ചെയ്യാൻ, ഈ 4 എണ്ണം പറഞ്ഞതിൽ 3 എണ്ണാണ് ഇതുവരെ ടാക്സ് ചെയ്യാണ്ടിരിക്കുന്നത്. ഒന്ന് റെഗുലർ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ. അതില് റെക്കോർഡ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യണു എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് അത് ടാക്സ് ചെയ്തിട്ടില്ല. അതുമേ ഉണ്ടാവണ അക്രൂ ചെയ്യണ ഇൻട്രസ്റ്റും ടാക്സ് ചെയ്തിട്ടില്ല. പിന്നെയുള്ള റെഗുലർ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, അത് ഓൾറെഡി സാലറി ആയിട്ട് ടാക്സ് ചെയ്തതാണ്. കാരണം അതിന് വേറൊരു അലവൻസോ ഡിഡക്ഷനോ ഒന്നുമില്ല കാരണം അൺറെക്കഗ്നൈസ് ആയതുകൊണ്ട്. അതുകൊണ്ട് അത് ഓൾറെഡി ടാക്സ് ചെയ്താണ്. പക്ഷെ അതിന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് ടാക്സ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ 3 എണ്ണം 3 കമ്പോണന്റിൽ ടാക്സ് ചെയ്യേണ്ടി വരും. ഒരെണ്ണം ഓൾറെഡി ടാക്സ്ഡ് ആണ്. അതില് ഈ പറഞ്ഞതില് എംപ്ലോയർ കോൺട്രിബ്യൂഷനും അതുമേ ഉള്ള ഇൻട്രസ്റ്റും സാലറി ആയിട്ടും, എംപ്ലോയീസ് കോൺട്രിബ്യൂഷനുമേയുള്ള ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം അതർ സോഴ്സും ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അങ്ങനെയാണ് ചാരി. അപ്പൊ ഇതും പ്രോഫിറ്റ് ഇൻ ലോ ഓഫ് സാലറി ആണ്. സാലറി എന്നുള്ള ഹെഡിൽ തന്നെ ടാക്സ് ചെയ്യും. പിന്നെ പേയ്മെന്റ് അണ്ടർ കീമാൻ ഇൻഷുറൻസ് പോളിസി. നമ്മൾ നേരത്തെ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു, ഒരു എംപ്ലോയർ കമ്പനിയോ അല്ലെങ്കിൽ സാധാരണ കമ്പനിയാണ് കാണാറ്, അവിടുത്തെ സിഇഒയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മാനേജ്മെന്റ് ഫംഗ്ഷൻ മാനേജീരിയൽ പേഴ്സൺസിന്റെ പേരിൽ കീമാൻ ഇൻഷുറൻസ് പോളിസി എടുക്കാറുണ്ട്. അപ്പോൾ അതിന്റെ ടേം കഴിയുകയാണെങ്കിൽ ഈ കീമാൻ ഇൻഷുറൻസ് പോളിസി അവർക്ക് എംപ്ലോയിക്കാണ് കിട്ടുക. അത് പക്ഷെ ചേർത്തിരിക്കുന്നത് എംപ്ലോയർ ആണ്, അതിന്റെ പ്രീമിയം കൊടുത്തിരിക്കുന്നത് എംപ്ലോയർ ആണ്. അതുകൊണ്ട് as and when payment is received under Keyman insurance policy, it will be taxed in the hands of the employee as salary. As mentioned earlier, a Keyman policy is taken by the employer on the employee, and hence any payment due to or received by an employee under a Keyman insurance policy, including the sum allocated by a bonus on such policy, will be regarded as profit in lieu of salary. Any amount due or received before joining or after cessation of employment. ഈ പ്രൊവിഷന്റെ മീനിങ് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് അറിയില്ല, വായിക്കാതെ. എനി amount due to or received whether in lump sum or otherwise by any assessee from any person before his joining an employment with that person or after cessation of his employment with that person will be treated as profit in lieu of salary. അതായത് ഒരു എംപ്ലോയർ കമ്പനി ഉണ്ട് എ ലിമിറ്റഡ്, എംപ്ലോയി ഉണ്ട് ബി. എ ലിമിറ്റഡ് നിന്ന് ബിക്ക്, മിസ്റ്റർ ബിക്ക് എംപ്ലോയ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് അവസാനിപ്പിച്ചതിന് ശേഷമോ എന്ത് പൈസ കിട്ടിയാലും ലംസം ആയിക്കോട്ടെ അല്ലാണ്ടായിക്കോട്ടെ അത് സാലറി ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ് ഈ സെക്ഷൻ പറയുന്നത്. അതായത് എംപ്ലോയിക്ക് എംപ്ലോയ്മെന്റിന് മുമ്പോ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ എന്ത് പേയ്മെന്റ് കൊടുത്താലും അതും സാലറിയുടെ ഹെഡിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, സാലറിയുടെ ഹെഡിലാണ് ഓഫർ ചെയ്യേണ്ടത്. അതാണ് ഈ പറഞ്ഞ സെക്ഷൻ. പിന്നെ ഇതൊരു ജനറൽ സെക്ഷനാണ്.
any other sum received by the employee from the employer. Appo all other payments made by an employer to an employee would be brought under the head profit in lieu of salary. This is a comprehensive provision by virtue of which all payments made by an employer to an employee, whether made in pursuance of a legal obligation or voluntarily, are brought under profit in lieu of salary. The residual section ആണ്. Salary എന്ന് പറഞ്ഞത് matter ചെയ്യണത് employer-employee relationship ആണ്. Generally speaking, any payment made by the employer to the employee will be treated as salary. വേറെ ഒന്നിലും പെട്ടില്ലെങ്കിലും ഈ സെക്ഷനിൽ പെടുത്തിയിട്ട് സാലറി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക, സാലറി ആയിട്ടാണ് ഓഫർ ചെയ്യുന്നത്. Exemptions ഉള്ളത്, however, the following receipt will not be treated as profit in lieu of salary to the extent they are exempt under section 10. നമ്മൾ ഓൾറെഡി സെക്ഷൻ 10 കവർ ചെയ്തു. അതിൽ കുറെ എക്സംഷൻസ് പറയുന്നുണ്ട്. അത് മാത്രമാണ് നേരത്തെ പറഞ്ഞ പേയ്മെന്റ്സ് നിന്ന് എക്സംഷൻ ഉള്ളത്. ഒന്ന് ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റി, കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ, റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ, പേയ്മെന്റ് റിസീവ്ഡ് ഫ്രം സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്, recognized provident fund, any payment from approved superannuation fund, HRA. ഇതൊക്കെ ടു ദി എക്സ്റ്റെന്റ് എക്സംപ്റ്റ്, ആ കാൽക്കുലേഷൻ അനുസരിച്ച് എത്ര രൂപ വരെ എക്സംഷൻ കിട്ടുമോ അതുവരെ ടാക്സബിൾ അല്ല. ഓവർ ആൻഡ് അബവ് ആ എക്സംഷൻ ലിമിറ്റിന്റെ കൂടുതൽ എത്ര എംപ്ലോയർ എടുത്തുന്ന എംപ്ലോയിക്ക് കിട്ടിയാലും അതെല്ലാം ടാക്സബിൾ ആണ്. ഇൻ ഷോർട്ട്, എക്സെപ്റ്റ് ഫോർ ദി ടെർമിനൽ ആൻഡ് അതർ പേയ്മെന്റ്സ് specifically exempted under section 10 to 13A of subsection clauses 10 to 13A of section 10, all other payments received by an employee from an employer or former employer are liable to tax under this head. അപ്പോൾ നമ്മൾ profit in lieu of salary കഴിഞ്ഞു, സാലറിയുടെ ഭാഗമായിട്ടുള്ളത്. ഇനി ഉള്ളത് പെർക്വിസിറ്റ് ആണ്. ഒരു ചെറിയ ഒരു 5 minutes ബ്രേക്ക്, 5 minutes കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ ചെയ്യാം. ഒരു കമന്റ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചോ കാര്യം. അല്ലെ കമ്പനിയുടെ ആളുടെ നമ്പർ തരാൻ പറഞ്ഞു, ഞാൻ വിളിക്കാം. മ്യൂട്ടല്ല, ഹലോ, മ്യൂട്ടല്ല, അശോകന്റെ ഫോൺ മ്യൂട്ടല്ല. അതാ തുടങ്ങാം. തുടങ്ങിക്കോളൂ. ശരി, അപ്പൊ നമ്മൾ സാലറിയുടെ കമ്പോണൻസിൽ പെർക്വിസിറ്റ് ആണ് ഇനി പഠിക്കാൻ നോക്കാനുള്ളത്. പെർക്വിസിറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതലും ബെനിഫിറ്റ്സ് ആണ്.
മിക്കവാറും നോൺ ക്യാഷ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആയിരിക്കും. സർവൻസ്, അക്കോമഡേഷൻ, അങ്ങനെയുള്ള ബെനിഫിറ്റുകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരില്ല. അപ്പോ നമുക്ക് സ്പെസിഫിക് ആയിട്ട് എൻക്വയറി ചെയ്യേണ്ടി വരും പെർക്വിസിറ്റ്സ് എന്താ ഉള്ളതെന്ന്. പെർക്വിസിറ്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ വാല്യുവേഷൻ കണ്ടുപിടിക്കേണ്ടി വരും, എന്നിട്ട് അത് ടാക്സിന് ഓഫർ ചെയ്യണം. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഡിഫിക്കൽട്ടി. ഓക്കെ, അപ്പൊ പെർക്വിസിറ്റ്സ് എന്താണെന്നത് പറയാം. ഇതില് സെക്ഷൻ 17 റൂൾ 3 ആണ് പെർക്വിസിറ്റ്സിനെ പറ്റി പറയണത്. അപ്പൊ കുറെ ഐറ്റംസ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. പിന്നെ ജനറൽ ആയിട്ട് പറഞ്ഞാല് എന്താണോ നമുക്ക് ഈ ബെനിഫിറ്റ് തരാൻ വേണ്ടി എന്താണോ എംപ്ലോയറുടെ കോസ്റ്റ്, അതാണ് ശരിക്കും വാല്യൂ. അതിന്ന് എന്തെങ്കിലും ഇപ്പൊ എംപ്ലോയിയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും റിക്കവർ ചെയ്യണ്ടെങ്കിൽ അത് കുറച്ചിട്ട് ബാക്കിയുള്ളതാണ് വാല്യൂ വരിക. ഇപ്പൊ നേരത്തെ പറഞ്ഞ ചെറിയ കേസിൽ ന്യൂസ് പേപ്പർ ആണെങ്കിൽ എംപ്ലോയർ ന്യൂസ് പേപ്പർ കൊടുക്കുന്നു ഫ്രീ ആയിട്ട് എംപ്ലോയിക്ക്. 300 രൂപയാണ് ഒരു മാസം വരണേന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് റിക്കവർ ചെയ്യണത് 50 രൂപയാണ്. അപ്പോ 250 റുപ്പീസ് ടാക്സബിൾ പെർക്വിസിറ്റ് ആയിട്ട് ഓഫർ ചെയ്യണം എംപ്ലോയി. അതാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് സെക്ഷനിലേക്ക് പോവാം. പെർക്വിസിറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എനി കാഷ്വൽ എമോൾമെന്റ് ഓർ ബെനിഫിറ്റ് അറ്റാച്ച്ഡ് ടു ആൻ ഓഫീസ് ഓർ പൊസിഷൻ in addition to salary or wages, and it can be in cash or kind or money's worth. Cash എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ഒക്കെ ക്യാഷിലാണ് കിട്ടുക, പലതും കൈൻഡിലായിരിക്കും. പിന്നെ ഇതിൽ മണീസ് വർത്ത് ആയിരിക്കും, ജേർണി അങ്ങനെയുള്ളത് മണീസ് വർത്ത് ആവും. അപ്പൊ ഇത് മൂന്നും കവർ ചെയ്യും. ജനറലി പെർക്വിസിറ്റ്സ് ഒരു പൊസിഷനോ ഒരു ഓഫീസിനോ റിലേറ്റഡ് ആണ്. സാലറി ആയിട്ട് ഇത് ബന്ധമൊന്നുമില്ല. ദിസ് ഇസ് ഓൾ ഓവർ ആൻഡ് എബവ് സാലറി. സാലറിയിൽ കൂടുതലാണ് കിട്ടാറ്, ബെനിഫിറ്റ് ആയിട്ടാണ് കൂടുതൽ കൊടുക്കാറ്. അതാണ് പെർക്വിസിറ്റ്. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഔട്ട് ഓഫ് എ റൈറ്റ് ഇൻ ദി കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് നോട്ട് മിയർലി എ വോളണ്ടറി ഓർ കണ്ടിൻജന്റ് പേയ്മെന്റ്. ഇതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. കാരണം ചില സമയത്ത് എംപ്ലോയർ തോന്നുന്നു ഇദ്ദേഹത്തിന് ഒരു 50,000 റുപ്പീസ് കൊടുക്കാമെന്നോ, അങ്ങനെ അത് പെർക്വിസിറ്റ് ആവില്ല. അതിനൊരു റൈറ്റ് ഇല്ല. അതൊരു വോളണ്ടറി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കണ്ടിൻജന്റ്, ഒരു എന്തെങ്കിലും ഒരു മെഡിക്കൽ കണ്ടിൻജൻസിയോ അങ്ങനെയുള്ള പേയ്മെന്റ് പെർക്വിസിറ്റ്സ് അല്ല. പെർക്വിസിറ്റ്സ് പറഞ്ഞാൽ ഒരു പൊസിഷനേ ഉണ്ട്, അതൊരു റൈറ്റ് ഉണ്ടാവും. റൈറ്റ് ടു റിസീവ് ദാറ്റ് പെർക്വിസിറ്റ്സ് ആ പൊസിഷനോ ആ ഓഫീസിനോ ഉണ്ടാവും ജനറലി. ഫോർ എക്സാമ്പിൾ, എ head clerk is promoted as a manager. In the position as manager, he is allotted car facility. It is a perquisite. Okay. While profit നമ്മൾ നേരത്തെ പഠിച്ച while profit in lieu of salary covers the payments received by an employee from the employer by whatever name or means, perquisites covers the benefits or amenities provided by the employer to the employee. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് ക്യാഷ് ആണ്, കൂടുതൽ മോണിറ്ററി ടേംസിൽ പറയാൻ പറ്റും. പെർക്വിസിറ്റ്സ് മോണിറ്ററി ടേംസിൽ നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഓക്കെ. Perquisite is defined under section 17(2) of the Income Tax Act as including. Again, inclusive definition ആണ്. അതിൽ എന്തൊക്കെയാണ് ജനറലി ഇൻക്ലൂഡ് ചെയ്യാറ്? Value of rent-free or concessional rent accommodation provided by the employer. Any sum paid by the employer in respect of an obligation on behalf of the employee. ആദ്യത്തെ മനസ്സിലായി, റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആവാം, അല്ലെങ്കിൽ കൺസെഷണൽ റെന്റുള്ള അക്കോമഡേഷൻ ഒരു എംപ്ലോയർ കൊടുക്കാറുണ്ട്, അത് പെർക്വിസിറ്റ് ആണ്. രണ്ടാമത്തെ കേസ് പറയണത് എംപ്ലോയിയുടെ ഒബ്ലിഗേഷൻ ആണ്. ഇലക്ട്രിസിറ്റി ചാർജസ് ഫോർ എക്സാമ്പിൾ. ഇലക്ട്രിസിറ്റി ചാർജസ് കൊടുക്കേണ്ടത് എംപ്ലോയി താമസിക്കുന്ന വീട്ടിന്റെ ഇലക്ട്രിസിറ്റി ചാർജസ് കൊടുക്കേണ്ടത് എംപ്ലോയിയുടെ ഒബ്ലിഗേഷൻ ആണ്. പക്ഷേ അത് എംപ്ലോയർ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അത് പെർക്വിസിറ്റ് ആണ്. Value of any benefit or amenity granted free or at concessional rate to specified employees. Specified employees എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ പഠിക്കും. അതിൽ അവർക്ക് മാത്രം കൊടുക്കുന്നതാണ് ചില അമ്യൂണിറ്റീസും ബെനിഫിറ്റ്സും കൊടുക്കും, അതും ടാക്സബിൾ ആണ്. അതെന്താന്നുള്ളത് നമുക്ക് പഠിക്കാം. Value of any specified security or sweat equity share allotted or transferred directly or indirectly by the employer or former employer free of cost or at concessional rate to the assessee. നമുക്കറിയാം, ഇൻഫോസിസിന്റെ ഒരുവിധം എല്ലാ എംപ്ലോയീസിന്റെയിലും ധാരാളം സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് കാണും. HDFC ബാങ്കിനുണ്ട്, HDFCക്ക് ഉണ്ട്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ ഷെയർ മാർക്കറ്റ് റേറ്റ് ഇപ്പോൾ 1000 രൂപയാണെങ്കിൽ ഇവർക്ക് അലോട്ട് ചെയ്യുമ്പോൾ കുറച്ച് സ്പെഷ്യൽ റേറ്റിൽ എംപ്ലോയീസിന് കൊടുക്കും.
അങ്ങനെയുള്ളത് അത് പല ടേംസ് ആണ്. ചിലത് വിട്ടുപോകുമ്പോ റിസൈൻ ചെയ്ത് പോകുമ്പോ എൻകാഷ് ചെയ്യണം, അങ്ങനെ പല ടേംസിൽ വരുന്നതാണ്. പക്ഷെ എന്താണെങ്കിലും അത് പെർക്യൂസിറ്റിന്റെ ഭാഗമാണ്. Any amount, the amount of any contribution to an approved superannuation fund by the employer in respect of the asset to the extent it exceeds 1,50,000. ഇതൊരു അപ്രൂവ്ഡ് സൂപ്പറാനുവേഷൻ ഫണ്ടിലേക്ക് എംപ്ലോയർ കൊടുക്കണം, എംപ്ലോയിക്ക് വേണ്ടിയിട്ട്. 1,50,000 വരെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് മുമ്പ്. 1,50,000 വരെ എക്സെപ്റ്റ് ആണ്. അതിന്റെ മുകളിൽ കൊടുക്കുകയാണെങ്കിൽ അത് പെർക്യൂസിറ്റ് ആണ്. പിന്നെ ദി സം പേയബിൾ ബൈ ആൻ എംപ്ലോയർ ടു എഫക്ട് ആൻ അഷുറൻസ് ഓൺ ദി ലൈഫ് ഓഫ് ദി എംപ്ലോയി, അതും പെർക്യൂസിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, പെർക്യൂസിറ്റ്സിനെ അപ്രോച്ച് ചെയ്യേണ്ടത് നമ്മൾ ബെനിഫിറ്റ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യും. അത് ഇങ്ങനത്തെ കേസ് വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടാണ് പറയണത്. അപ്പൊ അതാണ് നമ്മളുടെ ബൈഹാർട്ട് പഠിക്കുമെന്ന് അതൊന്നും വേണ്ട, പക്ഷെ നമുക്കൊന്ന് മൈൻഡിൽ ഉണ്ടായിരിക്കണം. പിന്നെ അത് എങ്ങനെയാണ് വാല്യൂ ചെയ്യുക എന്നുള്ളതും നോക്കേണ്ടി വരും. ഇൻഫർമേഷൻ ചോദിക്കുക, കിട്ടുകയാണെങ്കിൽ കൊടുക്കുക തന്നെ ഉള്ളൂ. കാരണം ഇതാരും ജനറലി ആരും പറയാറില്ല. അപ്പൊ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് പെർക്യൂസിറ്റ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന്, പെർക്യൂസിറ്റ്സ് ടാക്സബിൾ ഓൺലി ഇൻ ദി ഹാൻഡ്സ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ്. നേരത്തെ സ്പെസിഫൈഡ് എംപ്ലോയീസിന്റെ കാര്യം പറഞ്ഞിരുന്നു, അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കും കൊടുക്കുന്ന പെർക്യൂസിറ്റ്സും, പിന്നെ പെർക്യൂസിറ്റ്സ് ടാക്സബിൾ ടു ഓൾ എംപ്ലോയീസ്. ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യം പെർക്യൂസിറ്റ്സ് ടാക്സബിൾ ഇൻ ദി ഹാൻഡ്സ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ് നമുക്ക് നോക്കാം. സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ a director who is an employee of the employer company, an employee having substantial interest. Companies Act പ്രകാരം ഇൻകം ടാക്സ് ആയിട്ട് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് 20% or above, 20% ഷെയർസ് ഹോൾഡ് ചെയ്യണം, വോട്ടിംഗ് റൈറ്റ്സ് ഉള്ള എംപ്ലോയി in the employer company. Other employees whose income from salary exceeds 50,000, excluding the value of non-monetary benefit and exempt income. ഈ 50,000 എന്ന് പറയുന്നത് പെർ മന്ത് അല്ല, ഈ പെർ ഇയർ ആണ്. അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ എംപ്ലോയീസും സ്പെസിഫൈഡ് എംപ്ലോയി ആയിട്ട് തന്നെ മാറും. അവർക്കുള്ള പെർക്യൂസിറ്റ്സ് എന്താന്നുള്ളത് നമുക്ക് നോക്കാം. പ്രൊവിഷൻ ഫോർ സ്വീപ്പർ, ഗാർഡനർ, വാച്ച്മാൻ ഓർ പേഴ്സണൽ അറ്റൻഡന്റ്. ഇങ്ങനെയുള്ള കേസിൽ വാട്ട് ഈസ് ദ വാല്യൂ? വാല്യൂ ഓഫ് ബെനിഫിറ്റ് റിസൾട്ടിംഗ് ഫ്രം പ്രൊവിഷൻ ഓഫ് എനി ഓഫ് ദീസ് shall be the actual cost borne by the employer towards their salary as reduced by an amount paid by the employee for such service. ഒരു എംപ്ലോയിക്ക് സ്വീപ്പറോ ഗാർഡനറോ വാച്ച്മാനോ അല്ലെങ്കിൽ പേഴ്സണൽ അറ്റൻഡന്റിനോ കൊടുക്കുകയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി പെർക്യൂസിറ്റ് ആണ്. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണോ ആക്ച്വൽ കോസ്റ്റ്, എംപ്ലോയർ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ആക്ച്വൽ കോസ്റ്റ് എന്താണോ ഇൻകർ ചെയ്യേണ്ടത് അതാണ് പെർക്യൂസിറ്റ്. പക്ഷേ ഏതെങ്കിലും എമൗണ്ട് എംപ്ലോയിയുടെ അടുത്ത് നിന്ന് റിക്കവർ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് ഡിഫറൻസ് എമൗണ്ട് ആയിരിക്കും പെർക്യൂസിറ്റ്. ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ എ എംപ്ലോയി ആണ്, എ ബി ലിമിറ്റഡ് എംപ്ലോയർ ആണ്. എ ബി ലിമിറ്റഡ് ഒരു വാച്ച്മാനെ കൊടുത്തു, സാലറി 10,000 rupees ആണ് വാച്ച്മാന് എ ബി ലിമിറ്റഡ് കൊടുക്കുന്നത്. 3,000 rupees മിസ്റ്റർ എയുടെ എന്ന് റിക്കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മാസം 7,000 രൂപ വെച്ച് taxable perquisite ആയിട്ട് ട്രീറ്റ് ചെയ്യണം. CBDT has clarified that if the attendant is provided at the residence of the employee, then full cost of the employer will be taxed irrespective of the degree of personal service rendered. ഇത് ചില കേസുകൾ വന്നു, അതായത് അറ്റൻഡന്റിനെ കൊടുത്തു, പക്ഷെ എംപ്ലോയി ക്ലെയിം ചെയ്തു എനിക്ക് മുഴുവനായിട്ട് ഇദ്ദേഹത്തിന്റെ സർവീസ് കിട്ടില്ല, എനിക്ക് അത്ര ആവശ്യമില്ല, കുറച്ചേ സെർവ് ചെയ്യുള്ളൂ, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഴുവൻ സാലറിയും ടാക്സബിൾ പെർക്യൂസിറ്റ് ആയി ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ക്ലാരിഫൈ ചെയ്താണ്, അങ്ങനെയൊന്നുമില്ല. അറ്റൻഡന്റ് പേഴ്സണൽ അറ്റൻഡന്റ് ആ എംപ്ലോയിക്ക് വേണ്ടി, ആ അറ്റൻഡന്റിന് വേണ്ടി എംപ്ലോയർ എന്തൊക്കെ ചെലവാക്കണോ അത് മുഴുവനും ടാക്സബിൾ പെർക്യൂസിറ്റ് ആയിട്ട് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് സാലറി ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, അത് ആദ്യത്തെ കേസ്. പിന്നെ രണ്ടാമത്തെ കേസ്, പെർക്യൂസിറ്റ് അറൈസിംഗ് ഔട്ട് ഓഫ് സപ്ലൈ ഓഫ് ഗ്യാസ്, ഇലക്ട്രിക് എനർജി ഓർ വാട്ടർ. എംപ്ലോയിക്ക് ഫ്രീ ആയിട്ട് ഗ്യാസോ ഇലക്ട്രിസിറ്റിയോ കൊടുക്കുകയാണെങ്കിൽ this shall be determined as the amount paid by the employer to the agency supplying the actual cost ആണ് taxable perquisite ആയിട്ട് വരിക. If the supply is from the employer's own sources, for BPCL,
BPCL LPG കൊടുക്കുകയാണ്, BPCLന്റെ എംപ്ലോയീസിന് LPG ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താണ് വാല്യൂ ഓഫ് പെർക്വിസിറ്റ് എന്ന് വെച്ചാൽ ദാറ്റ് വിൽ ബി ദി മാനുഫാക്ചറിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻകേർഡ് ബൈ ദി എംപ്ലോയർ. ഓൺ സോഴ്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ മാനുഫാക്ചറിംഗ് കോസ്റ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ എത്രയാണോ ആക്ച്വൽ കോസ്റ്റ് എന്താണോ അതാണ്. പിന്നെ however any payment received from the employee towards the above will be reduced from the amount. In a free or concessional educational facility, value of perquisite for providing free or concessional education for any member of the household of the employee shall be the actual amount of expenditure of the employer. ഇതില് any member എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Education for any member of the household. ചിൽഡ്രൻ ആവണം നിർബന്ധമില്ല, ഇനി മെമ്പർ ഓഫ് ദി ഹൗസ് ഹോൾഡ് ആയാൽ മതി. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ നമുക്ക് ടാക്സബിൾ പെർക്വിസിറ്റ് ആയിട്ട് വരും. ഇഫ് ദി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് മെയിൻറ്റൈൻഡ് ആൻഡ് ഓൺ ബൈ ദി എംപ്ലോയർ, ഒരു കോളേജിന്റെ എംപ്ലോയി ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു കോളേജാണ് എംപ്ലോയർ, കോളേജിൽ ജോലി ചെയ്യുന്ന ആളുടെ കുട്ടികൾക്കാണ് എഡ്യൂക്കേഷൻ കൊടുക്കണേന്നുണ്ടെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ വാല്യൂ വുഡ് ബി നിൽ if the value of benefit per child is below 1,000 rupees per month, or else the reasonable cost of such education in similar institution or nearby locality കൊടുക്കേണ്ടി വരും. അപ്പോൾ സാധാരണഗതിയിൽ എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സിന്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ എൻറ്റയർ എമൗണ്ട് എംപ്ലോയിയുടെ ടാക്സബിൾ പെർക്വിസിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. പക്ഷേ ഒരു കോളേജിന്റെ എംപ്ലോയീസിന് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാണ്, ഓൺ ഫെസിലിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കേസിൽ 1000 രൂപ പെർ ചൈൽഡ് എന്നുള്ള രീതിയിൽ എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 1000 രൂപയിൽ താഴെ വരികയാണെങ്കിൽ നില്ലാണ്, ഒരു ടാക്സബിൾ പെർക്വിസിറ്റും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ 1000 രൂപയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എൻറ്റയർ എമൗണ്ടിന് പെർക്വിസിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ഈ എക്സംഷൻ കൊടുത്തിരിക്കുന്ന കേസിൽ ചിൽഡ്രൻ എന്ന് പറയുന്നുണ്ട്, പെർ ചൈൽഡ് എന്ന് പറയുന്നുണ്ട്. മുകളിലത്തെ കേസിൽ മെമ്പർ ഓഫ് ദി ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ എനി എമൗണ്ട് പെയ്ഡ് ഓർ റിക്കവേർഡ് ഫ്രം ദി എംപ്ലോയീസ് റെഡ്യൂസ് ഫ്രം ദി വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. സ്കോളർഷിപ്പ്, ഒരു കേസ് ലോയില് സ്കോളർഷിപ്പ് റിസീവ്ഡ് ബൈ ദി ചൈൽഡ് ഓഫ് ദി എംപ്ലോയി ഫ്രം ദി എംപ്ലോയർ വിൽ ബി റിഗാർഡഡ് ആസ് പെർക്വിസിറ്റ്, ബട്ട് ദ സെയിം ഈസ് എക്സെംപ്റ്റ് അണ്ടർ സെക്ഷൻ 1016. അതുകൊണ്ട് എക്സെംപ്റ്റ് ഇൻകം ആയതുകൊണ്ട് അതിൽ ടാക്സ് വരില്ല. If the cost of education per child is more than 1,000 per month, the whole of perquisite will be taxable since 1,000 per child per month is not a standard deduction. അതായത് ഡൽഹി പബ്ലിക് സ്കൂളിന്റെ അഗേൻസ്റ്റുള്ള കേസിൽ CIT TDS വേഴ്സസ് ഡൽഹി പബ്ലിക് സ്കൂൾ, അതിലെ ഡൽഹി പബ്ലിക് സ്കൂളിന്റെ എംപ്ലോയീസിന്റെ ചൈൽഡിന് 1000 കൂടുതലാണ് എക്സ്പെൻസ് വരുന്നത്, ഫ്രീ ആയിട്ട് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ എൻറ്റയർ എമൗണ്ട് വിൽ ബി ട്രീറ്റഡ് ആസ് ടാക്സബിൾ പെർക്വിസിറ്റ്. 1000 എന്നുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അല്ല. ഇനി വരുന്നത് പെർക്വിസിറ്റ് ഓഫ് മോട്ടോർ കാർ പ്രൊവൈഡഡ് ബൈ ദി എംപ്ലോയർ. ഇഫ് ദി കാർ ഈസ് പ്രൊവൈഡഡ് ബൈ ദി എംപ്ലോയർ ഓർ ഇഫ് ദി എക്സ്പെൻസസ് റിലേറ്റഡ് ടു കാർ ഈസ് മെറ്റ് ബൈ ദി എംപ്ലോയർ ബട്ട് ദി എംപ്ലോയി ഈസ് യൂസിംഗ് ഇറ്റ് ഓൺലി ഫോർ ഒഫീഷ്യൽ പർപ്പസ്, then there is no taxable perquisite. എംപ്ലോയി ഐദർ എംപ്ലോയർ കാർ കൊടുക്കുക അല്ലെങ്കിൽ അതിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുകയോ ചെയ്യണ കേസുകളിൽ അങ്ങനെ ഒരു ബെനിഫിറ്റ് കൊടുക്കുകയാണെങ്കിൽ കൂടി എംപ്ലോയി അത് ഒഫീഷ്യൽ പർപ്പസിന് മാത്രമാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ there is no taxable perquisite. Conveyance to go to office from home and back is treated as official purpose. However, verifiable records in this regard need to be kept to avoid questions. ഇത് രണ്ടുപേർക്കും ക്വസ്റ്റനബിൾ ആണ്. TDS മുഴുവൻ പിടിച്ചിട്ടില്ല, ഷോർട്ട് ഡിഡക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ എംപ്ലോയർ രണ്ടുപേർക്കും ഇഷ്യൂ വരും. അതുകൊണ്ട് പ്രോപ്പർ റെക്കോർഡ് ഷുഡ് ബി മെയിൻറ്റെയിൻ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കാൽക്കുലേഷൻ തന്നിട്ടുണ്ട്, അതനുസരിച്ചിട്ടാണ് ടാക്സബിൾ പെർക്വിസിറ്റ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ടേബിളിൽ നോക്കുകയാണെങ്കിൽ കാറ് എംപ്ലോയിയുടെ കാറാണ്, എക്സ്പെൻസ് മീറ്റ് ചെയ്യണത് എംപ്ലോയർ ആണ്. ഫുള്ളായിട്ട് പേഴ്സണൽ യൂസിനാണ് ഈ കാർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആക്ച്വൽ ആയിട്ട് എന്ത് എക്സ്പെൻസ് വന്നോ അത് മുഴുവനും ടാക്സബിൾ പെർക്വിസിറ്റ് ആവും. അതേസമയം പാർട്ട്ലി പേഴ്സണലും പാർട്ട്ലി ഒഫീഷ്യലും ആണെങ്കിൽ ആക്ച്വൽ എക്സ്പെൻസ് മൈനസ് ഒരു കാൽക്കുലേഷൻ ആണ്. 1600 cc മുകളിലുള്ള വെഹിക്കിൾ ആണെങ്കിൽ 1800 പെർ മന്തും, താഴെയുള്ളതാണ് 1600 cc മുകളിലാണെങ്കിൽ 2400 പെർ മന്തും കുറയ്ക്കാം. 900 rupees ഡ്രൈവറുടെ സാലറി ആയിട്ടും കുറയ്ക്കാം.
അപ്പൊ ആക്ച്വൽ മൈനസ് ഈ പറഞ്ഞ 900 പ്ലസ് 2400 അല്ലെങ്കിൽ 1800 അത് കുറച്ച് ബാക്കി എത്ര വരുമോ അതാണ് ടാക്സബിൾ പെർക്വിസിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അതേപോലെ എംപ്ലോയറുടെ കാറാണ്, എംപ്ലോയി ആണ് എക്സ്പെൻസ് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ പേഴ്സണൽ യൂസിനാണെങ്കിൽ അതിന്റെ വെയർ ആൻഡ് ടയർ ഓർ ഹയർ ചാർജ്, ഡ്രൈവറുടെ സാലറി ഇതെല്ലാം ടാക്സബിൾ ആയിട്ട് വരും. അതല്ല പാർട്ട്ലി പേഴ്സണൽ യൂസിനും പാർട്ട്ലി ബിസിനസ്സിനും ആണെന്നുണ്ടെങ്കിൽ 600 രൂപയോ 900 റുപ്പീസ് ഇങ്ങനെ ഏതിലാണോ വരുന്ന കാറ്റഗറി അനുസരിച്ച് ടാക്സബിൾ ആയിട്ട് വരും. അതേപോലെ അടുത്ത കേസ് കാർ എംപ്ലോയറുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യണതും എംപ്ലോയറുടെ. പേഴ്സണൽ യൂസ് ആണെങ്കിൽ ഇത് മുഴുവനും ടാക്സബിൾ ആയിട്ട് വരും. പാർട്ട്ലി പേഴ്സണൽ പാർട്ട്ലി ആണെങ്കിൽ 1800 ഓർ 2400 പ്ലസ് 900 റുപ്പീസ് പെർ മന്ത്. ഇതാണ് പെർക്വിസിറ്റ് ടാക്സബിൾ പെർക്വിസിറ്റിന്റെ വാല്യൂ ആയിട്ട് നമുക്ക് ടാക്സ് സാലറിയിൽ ഓഫർ ചെയ്യുന്നത്. In the case of any other conveyance provided by the employer, the value of perquisite shall be as below. Private purpose running and maintenance expense, partly private, partly actual expenditure minus 900. ബാക്കിയുള്ളത് ഓഫർ ചെയ്യുന്നത്. Normal wear and tear of a motor car shall be taken as 10% per annum of the actual cost of the motor car. ഇത് ഡിപ്രീസിയേഷൻ പോലെ തന്നെയാണ്, ഡിപ്രീസിയേഷൻ ആണ് ശരിക്കും. അപ്പൊ അത് 10% per annum ആണ് നമുക്ക് നോർമൽ വെയർ ആൻഡ് ടയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഇനി ഫ്രീ ഓർ കൺസെഷണൽ ജേർണീസ് provided by an undertaking engaged in carriage of passengers or goods. ഇവിടെ ഈ കേസ് വരുന്നത് പാസഞ്ചറോ അല്ലെങ്കിൽ ഗുഡ്സോ ക്യാരി ചെയ്യണ ട്രാവൽ കമ്പനികളോ ബസ്സുകളോ അല്ലെങ്കിൽ എയറോപ്ലെയിൻസോ ട്രെയിനോ ഇന്ത്യൻ റെയിൽവേ അങ്ങനെയുള്ള എംപ്ലോയീസിന് ഫ്രീ ആയിട്ട് ജേർണി അലോ ചെയ്യണം, കൺസെഷണൽ ടിക്കറ്റ്സ് കൊടുക്കണം, ഐദർ ഫ്രീ ഓർ കൺസെഷണൽ ടിക്കറ്റ്സ് കൊടുക്കണം. അങ്ങനെയുള്ള കേസാണ്. വാല്യൂ ഓഫ് പെർക്വിസിറ്റ് വുഡ് ബി ദ വാല്യൂ അറ്റ് വിച്ച് amenities offered to general public as reduced by the amount if recovered from the employee. For example, ഒരു കാറിന്റെ ട്രാവൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന കാറ് ഫ്ലൈ ചെയ്യണ കമ്പനിയാണെങ്കിൽ ഫ്രീ ആയിട്ട് ടൂർ പോവാൻ എംപ്ലോയിക്ക് അലോ ചെയ്തു. അങ്ങനെയുള്ള കേസിൽ എന്താണോ ഈ ട്രാവൽ കമ്പനി സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ ജനറൽ പബ്ലിക്കിന്ന് വാങ്ങണ പൈസ, അതാണ് ടാക്സബിൾ പെർക്വിസിറ്റ്സ്. പക്ഷേ റെയിൽവേയുടെ കേസിലും എയർലൈൻ കമ്പനികളുടെ കേസിലും പെർക്വിസിറ്റ് ഷാൽ ബി ട്രീറ്റഡ് ആസ് നിൽ. ഓക്കെ, ഇതാണ് സ്പെസിഫൈഡ് എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഉണ്ടായത്. ഇനി പെർക്വിസിറ്റ്സ് ആപ്ലിക്കബിൾ ടു ഓൾ എംപ്ലോയീസ്. മെയിൻ ആയിട്ട് വരെ വാല്യൂ ഓഫ് അക്കോമഡേഷൻ പ്രൊവൈഡഡ് ഫ്രീ ഓഫ് കോസ്റ്റ്. അല്ല നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ, പിന്നെ ആഡ് ദ വാല്യൂ ഓഫ് ഫർണിച്ചർ. ഇങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ഷാൽ ബി ലൈസൻസ് ഫീ ഡിറ്റർമിൻ ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. അതായത് ആ അക്കോമഡേഷന്റെ ഫെയർ പ്രൈസ് എന്താണ്, അല്ലെങ്കിൽ മറ്റേ മുനിസിപ്പൽ വാല്യുവേഷൻ എന്താണ്. ഈ ടാക്സ് പർപ്പസിന് വേണ്ടി മുനിസിപ്പൽ വാല്യുവേഷൻ ചെയ്യും. അങ്ങനെ മുനിസിപ്പൽ വാല്യുവേഷൻ എന്താണോ അതാണ് ടാക്സബിൾ പെർക്വിസിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അത് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസിന്റെ. മറ്റേ എംപ്ലോയീസിന്റെ ആണെങ്കിൽ ഇഫ് ദി അക്കോമഡേഷൻ ഇസ് ഓൺ ബൈ ദി എംപ്ലോയർ, അങ്ങനെയാണെങ്കിൽ ഈ ഓരോ സിറ്റീസിനെ അനുസരിച്ചിരിക്കും 7.5% ഓഫ് ദി സാലറി, അല്ലെങ്കിൽ 10% ഓഫ് ദി സാലറി, അല്ലെങ്കിൽ 15% ഓഫ് ദി സാലറി ടാക്സബിൾ പെർക്വിസിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതേസമയം അക്കോമഡേഷൻ ഇസ് നോട്ട് ഓൺ ബൈ ദി എംപ്ലോയർ, എംപ്ലോയറുടെ അല്ല, ലീസിന് എടുക്കുകയാണെങ്കിൽ എന്താണോ ലീസ് എമൗണ്ട് പേ ചെയ്യുന്നത് അല്ലെങ്കിൽ 15% സാലറി ഷാൽ ബി ട്രീറ്റഡ് ആസ് ടാക്സബിൾ പെർക്വിസിറ്റ്. ഇനിയുള്ള കേസ് പറഞ്ഞാൽ ഒരു എംപ്ലോയർ അക്കോമഡേഷൻ കൊടുത്തിരിക്കുന്നത് ഹോട്ടലിലാണ്. ഹോട്ടൽ അക്കോമഡേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 24% ഓഫ് സാലറി ഓർ ആക്ച്വൽ ചാർജസ് വിച്ച് എവർ ഈസ് ലോവർ ആണ് ട്രീറ്റ് ചെയ്യുക. പക്ഷേ ഒരു ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് 15 ഡേയ്സിന് എക്സെംഷൻ ഉണ്ട്. 15 ഡേയ്സ് കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രൊവിഷനിൽ കവർ ചെയ്യുള്ളൂ. 15 ഡേയ്സ് വരെ ടോട്ടൽ, അത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഒന്നുമല്ല, 15 ഡേയ്സ് വരെ എക്സെപ്റ്റ് ആണ്. ദർ ഇസ് നോട്ട് ടാക്സബിൾ പെർക്വിസിറ്റ്. പക്ഷേ 15 ഡേയ്സിൽ കൂടുതൽ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ
24% of salary or actual charges paid by the employer, whichever is lower, will be treated as taxable perquisite. Okay. ഇനി അപ്പൊ നമ്മള് അൺഫർണിഷ്ഡ് അക്കോമഡേഷന്റെ പെർക്വിസിറ്റ് എന്താണെന്നാണ് കണ്ടുപിടിച്ചത്. മുനിസിപ്പൽ വാല്യുവേഷൻ ആണ് ഗവൺമെന്റ് എംപ്ലോയീസിന്റെ, മറ്റവരുടെ ഈ പറഞ്ഞ 7.5%, 10%, 15%, 24% ഇങ്ങനെയുള്ള സാലറിയുടെ ഈ റേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അൺഫർണിഷ്ഡ്. ഇനി ഇതിന്റെ കൂടെ ഇപ്പൊ ഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ആദ്യം അൺഫർണിഷ്ഡ് കണ്ടുപിടിക്കുക, പിന്നെ ഫർണിച്ചറിന്റെ കോസ്റ്റ് ആഡ് ചെയ്യുക. ഇൻ കേസസ് വെയർ ദി എംപ്ലോയർ പ്രൊവൈഡ്സ് ഫർണിഷ്ഡ് അക്കോമഡേഷൻ, assessee needs to first determine the value of unfurnished accommodation as above. നേരത്തെ പറഞ്ഞ പോലെ then value to arrive at the value of furnished accommodation. Value of furniture shall be 10% of the original cost of the furniture if it is owned by the employer, or actual lease charges paid by the employer if it is taken on lease and given to the employee. Generally speaking, furniture എന്ന് പറഞ്ഞാൽ that includes television, radio, refrigerator, household appliances, plant and machinery, gadgets, everything. അപ്പൊ അത് ഓൺ ചെയ്യണത് എംപ്ലോയർ തന്നെയാണെങ്കിൽ അതിന്റെ 10%, ആക്ച്വൽ കോസ്റ്റ് എത്രയാണോ വാങ്ങിച്ച അതിന്റെ 10% ആണ് ഫർണിച്ചറിന്റെ കോസ്റ്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. അതല്ല ഹയർ ചെയ്തേക്കാണ് എങ്കിൽ അല്ലെങ്കിൽ ലീസിന് എടുത്തേക്കാണെങ്കിൽ എന്താണോ ലീസ് ചാർജ് കൊടുക്കുന്നത് അത് ടാക്സബിൾ പെർക്വിസിറ്റ് ആയിട്ട് വരും. ഒരു സ്പെഷ്യൽ കേസിൽ ഇൻ കേസ് an employee is transferred and he holds accommodation at both new place and old place together, then for the first 90 days of transfer, perquisite will be taxable only in respect of one such accommodation. But after 90 days, the perquisite will be taxable on account of both the accommodation. ഒരാള് ട്രാൻസ്ഫർ ചെയ്തു, അദ്ദേഹത്തിന് പഴയ സ്ഥലത്തും പുതിയ സ്ഥലത്തും 2 അക്കോമഡേഷൻ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് 90 ഡേയ്സിലേക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാത്രം പെർക്വിസിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. പക്ഷേ 90 ഡേയ്സ് കഴിഞ്ഞിട്ടും രണ്ടും ഹോൾഡ് ചെയ്യാണ്, പുതിയതും പഴയതും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ രണ്ടും ടാക്സബിൾ പെർക്വിസിറ്റ് ആയിട്ട് ഈ മോളിൽ പറഞ്ഞ വാല്യുവേഷൻ പ്രകാരം സാലറിയിൽ ഓഫർ ചെയ്യേണ്ടി വരും. അതാണ് ഈ പ്രൊവിഷൻ. പിന്നെ വാല്യൂ ഓഫ് അക്കോമഡേഷൻ പ്രൊവൈഡഡ് അറ്റ് കൺസെഷണൽ റെന്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ വാല്യുവേഷനിൽ എത്രയാണോ വാല്യൂ വന്നത് അതിന്ന് എംപ്ലോയി എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്യണത് അതിന്റെ ബാക്കി വിൽ ബി ട്രീറ്റഡ് ആസ് പെർക്വിസിറ്റ്. അതാണ് പറയുന്നത്. ഇൻ ദി അബവ് കേസ്, പെർക്വിസിറ്റ് വിൽ ബി ഫസ്റ്റ് വാല്യൂഡ് ആസ് ഡൺ ഇൻ ദ കേസ് ഓഫ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ. ദെൻ എനി എമൗണ്ട് കളക്ടഡ് ഫ്രം ദി എംപ്ലോയി വിൽ ബി ഡിഡക്റ്റഡ് to arrive at the value of concessional rent or accommodation for perquisite purpose. രണ്ട് കേസിലോ പറയാം. CIT versus Shankar Krishnan, it was held that the notional interest on security deposit given by the employer to the landlord cannot be treated as taxable perquisite. The income tax department എന്ത് ചെയ്തു വെച്ചാൽ rent free accommodation കൊടുത്തു. അപ്പോ അക്കോമഡേഷൻ എടുക്കുമ്പോ ഡെപ്പോസിറ്റ് കൊടുക്കണം. ഇവര് ആക്ച്വൽ കോസ്റ്റിന്റെ കൂടെ ഈ പറഞ്ഞ ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്തു. അപ്പോ കോടതി പറഞ്ഞു ഇൻട്രസ്റ്റ് cannot be, notional interest on security deposit cannot be treated as taxable perquisite. അതേപോലെ it was held that in CIT versus Baba Singh Chauhan, it was held that the rent free accommodation shall be taxable even if the said accommodation is not used by the assessee. അസസിക്ക് റെന്റ് ഫ്രീ അക്കോമഡേഷൻ കൊടുത്തു, പക്ഷെ അത് അസസി യൂസ് ചെയ്തില്ല. പക്ഷെ വൺസ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദി സർവീസ് അഗ്രിമെന്റ് അങ്ങനെയാണെങ്കിൽ അത് ഇറ്റ് വിൽ ബി ടാക്സബിൾ. ഇൻ സൺ ഔട്ട്സോഴ്സിംഗ് സൊല്യൂഷൻ വേഴ്സസ് CIT, it was held that any lump sum payment made to deputed employees by way of conferring additional advantage in order to meet high cost of accommodation and other personal expenditure shall be treated as perquisites. ഒരു എംപ്ലോയിനെ എംപ്ലോയർ കമ്പനി ഡെപ്യൂട്ട് ചെയ്തു, ഒരു പ്രൊജക്ട് സൈറ്റിലേക്ക് ഡെപ്യൂട്ട് ചെയ്തു. അപ്പോ അവിടുത്തെ ഹൈ കോസ്റ്റ് മീറ്റ് ചെയ്യാൻ കുറച്ചും കൂടി സാലറി കൊടുത്തു, സാലറി എന്നില്ല ലംസം കൊടുത്തു. അങ്ങനെ കൊടുക്കുന്ന എമൗണ്ട് പെർക്വിസിറ്റ് ആയിട്ട് ടാക്സബിൾ ആകും. ഇനി പറഞ്ഞ ഇനി സം പെയ്ഡ് ബൈ ദി എംപ്ലോയർ ഇൻ റെസ്പെക്ട് ഓഫ് എനി ഒബ്ലിഗേഷൻ ഓഫ് ദി എംപ്ലോയി. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇതില് ഇലക്ട്രിസിറ്റി, വാട്ടർ അങ്ങനെയുള്ളതാണ്. അത് ടാക്സബിൾ ആണ്, പെർക്വിസിറ്റ് ആണ്.
at the actual cost to the employer. For example, amount payable by the employer to effect an assurance on the life of the assessee. That will be taxable at the actual rate. Any sum payable by the employer, whether directly or indirectly, to effect an assurance on the life of the assessee or to effect a contract for entity other than payment made to recognize fraud and other limits shall be treated as tax. Interest for concessional loans given. Value of the perquisite shall be excess of interest payable at the rate charged by State Bank of India over the interest, if any, actually paid by the employee or any member of his household. For example, ഒരു ബാങ്ക് എംപ്ലോയിക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കൊടുത്തു. അങ്ങനെയുള്ള കേസിൽ ടാക്സബിൾ പെർക്വിസിറ്റ് ആണെന്നുള്ളതിൽ സംശയമില്ല. എന്തായിരിക്കണം വാല്യൂ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫസ്റ്റ് ഡേ ഓഫ് റെലവന്റ് പ്രീവിയസ് ഇയർ 1/4 ഏതാണോ പ്രീവിയസ് ഇയർ അതിൽ 1/4 ഫസ്റ്റ് ഏപ്രിലിലെ റേറ്റ് എടുക്കുക. സിമിലർ അഡ്വാൻസ് സിമിലർ ലോൺ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സിമിലർ ലോൺ ഏത് റേറ്റിനാണോ കൊടുക്കുന്നത് ആ റേറ്റ് ബേസ് ആയിട്ട് എടുക്കുക. അതിന്ന് എത്രയാണോ എംപ്ലോയിയുടെ വാങ്ങണത് ഡിഫറൻസ് എമൗണ്ട് ഇസ് പെർക്വിസിറ്റ്. ഒരു എക്സംഷൻ ലിമിറ്റ് ഉണ്ട്. 10,000 20,000 വരെ എക്സംപ്റ്റ് ആണ്. up to, however, loans up to 20,000 and loans for medical treatment are exempt provided it is not reimbursed under medical insurance. രണ്ട് എക്സംഷൻ ആണ് ഇന്ന് കൊടുത്തിരിക്കുന്നത്. ഒന്ന് 20,000 വരെയുള്ള ലോൺ എടുത്താൽ ഇങ്ങനെ പെർക്വിസിറ്റ് നോക്കേണ്ട ആവശ്യമില്ല. രണ്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടി ലോൺ എടുക്കുകയാണെങ്കിലും എക്സംഷൻ ആണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, അത് മെഡിക്കൽ ഇൻഷുറൻസ് എന്നുള്ള റീഇംബേഴ്സ്മെന്റ് വരരുത്. അങ്ങനെയാണെങ്കിൽ അത് ടാക്സബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യും. Traveling, touring and accommodation. Value of traveling, touring, accommodation and other expenses paid for by the employer for any holiday availed of by the employee or any member of his household other than leave travel concession shall be determined as the sum equivalent to the amount of expenditure incurred by such employer in that behalf. Confusion ഒന്നുമില്ല. എംപ്ലോയറുടെ അടുത്ത് ടൂറിന് ട്രാവലിംഗിനും ടൂറിനും പോകാൻ അനുവദിക്കുന്നു, ടൂർ പോകാൻ അനുവദിക്കുന്നു. അതിനു വേണ്ടിയിട്ട് എക്സ്പെൻസസ് ഇൻകർ ചെയ്യണം. ട്രാവലിംഗ് ആവട്ടെ, അക്കോമഡേഷൻ ആവട്ടെ, കൺവേയൻസ് ആവട്ടെ, അതിന്റെ എക്സ്പെൻസസ് ഇൻകർ ചെയ്യണം, അത് റീഇംബേഴ്സ് ചെയ്യണം. അങ്ങനെയുള്ള കേസിൽ എന്താണോ ആക്ച്വൽ കോസ്റ്റ് എംപ്ലോയർക്ക് വന്നത് അത് ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ടാക്സബിൾ പെർക്വിസിറ്റ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് എംപ്ലോയി. ഇതിന്റെ ബേസിസ് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ എല്ലാ പെർക്വിസിറ്റിന്റെ ബേസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയർക്ക് ഈ എക്സ്പെൻസസ് ഒക്കെ അലോവബിൾ ഡിഡക്ഷൻ ആണ്. അത് ടാക്സ് ഒന്ന് കുറയുണ്ട്. അതിനനുസരിച്ചിട്ട് എംപ്ലോയിയുടെ ലെവലില് അത് കോമ്പൻസേറ്റ് ചെയ്യാനാണ് ഈ പറഞ്ഞ ടാക്സബിൾ ആക്കി മാറ്റിയിരിക്കുന്നത്. Where such facility is maintained by the employer and it is not available uniformly to all employees, the value of benefit shall be taken to be the value at which such facilities are offered by other agencies. മഹീന്ദ്ര ഹോളിഡേസ് അങ്ങനെയുള്ള എംപ്ലോയീസ് അവർക്ക് അവരുടേതായിട്ടുള്ള ഹോട്ടൽ ചെയിൻസ് ഉണ്ട്. അത് അപ്പൊ അവർക്ക് അഡീഷണൽ കോസ്റ്റ് വരുന്നില്ല. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ കോസ്റ്റ് അല്ല വരുന്നത്. പക്ഷെ ഇങ്ങനെ ഇവര് ചില എംപ്ലോയീസിന് മാത്രമേ ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണോ ഇപ്പൊ ഒരു റൂം എടുത്തു അത് എല്ലാവർക്കും കൊടുക്കണില്ല, ചില എംപ്ലോയീസിന് മാത്രമേ കൊടുക്കണുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ റൂമിന്റെ സാധാരണ റേറ്റ് എന്താണോ അത് ടാക്സബിൾ പെർക്വിസിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോ കമ്പനി എക്സിക്യൂട്ടീവ്സിന് മാത്രമേ ഈ അലവൻസ് കൊടുക്കുന്നുള്ളൂ. അങ്ങനെയുള്ള കേസിൽ അവരെടുക്കുന്ന റൂമിന്റെ ജനറൽ പബ്ലിക്കിൽ നിന്ന് എന്താണോ റൂം റെന്റ് ആയിട്ട് വാങ്ങുന്നത് അത് ടാക്സബിൾ പെർക്വിസിറ്റ് ആയിട്ട് എടുക്കും. പിന്നെ രണ്ട് കേസ് where the employee is on official tour and the expenses are incurred in respect of any member of his household accompanying him. Amount of expenditure so incurred shall also be taxable immediately. ഒഫീഷ്യലിന് മാത്രമേ ടൂർ പോവാൻ അപ്രൂവൽ ഉള്ളൂ. പക്ഷേ ഫാമിലി മെമ്പർ അക്കമ്പനി ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫാമിലി മെമ്പർക്ക് വരുന്ന എക്സ്പെൻഡിച്ചർ വിൽ ബി ട്രീറ്റഡ് ആസ് ടാക്സബിൾ പെർക്വിസിറ്റ്. ഇനി ഒരു കേസിൽ പ്രൊവൈഡഡ് ദാറ്റ് വേർ എനി ഒഫീഷ്യൽ ടൂർ ഇസ് എക്സ്റ്റെൻഡഡ് ആസ് എ വെക്കേഷൻ, വാല്യൂ ഓഫ് സച്ച് പെർക്വിസിറ്റ് ഷാൽ ബി ലിമിറ്റഡ് ടു ദി എക്സ്പെൻസസ് ഇൻകർഡ് ഇൻ റിലേഷൻ ടു സച്ച് എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് സ്റ്റേ. നോർമൽ ടൂർ ആയിരുന്നു, ഒഫീഷ്യൽ ടൂർ ആണ്, പക്ഷെ അത് 2 ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു ആസ് എ ഹോളിഡേ.
അങ്ങനെയാണെങ്കിൽ ആ 2 ദിവസത്തെ എക്സ്പെൻസ് മാത്രമേ ടാക്സബിൾ പെർക്വിസിറ്റ് ആയിട്ട് വരും. അടുത്ത കേസ് ഫ്രീ ഓർ കൺസെഷണൽ മീൽ. വാല്യൂ ഓഫ് ഫ്രീ ഫുഡ് ആൻഡ് നോൺ ആൽക്കഹോളിക് ബെവറേജസ് provided by the employer to the employee shall be the amount of expenditure incurred by such employer. അത് നോർമൽ കേസിൽ ടാക്സബിൾ ആണ്. ഹൗഎവർ 4 എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എക്സെപ്ഷൻസ് എന്താന്ന് വെച്ചാൽ ഫ്രീ ഫുഡ് ആൻഡ് നോൺ ആൽക്കഹോളിക് ബെവറേജസ് provided by such employer during working hours at office or business premises up to ₹50 per meal. 1. 2. Through paid vouchers which are not transferable and usable only at eating joints up to ₹50 per meal. പിന്നെ snacks provided during working hours. പിന്നെ റിമോട്ട് ഏരിയയിലോ അല്ലെങ്കിൽ ഓഫ് ഷോർ ഇൻസ്റ്റലേഷനിൽ കൊടുക്കണ ഫ്രീ ഫുഡ് ആൻഡ് നോൺ ആൽക്കഹോളിക് ബിവറേജ്. നോർമൽ കോഴ്സിൽ ടാക്സബിൾ ആണ്. ആക്ച്വൽ എക്സ്പെൻഡിച്ചർ അനുസരിച്ച് ഫ്രീ ഓർ കൺസെഷണൽ മീൽ ഇസ് ടാക്സബിൾ. പക്ഷേ ഈ 4 എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ₹50 പെർ മീൽ വരെ ഓഫീസ് പ്രമിസസിന്റെ അകത്ത് വെച്ചിട്ട് നോർമൽ അവേഴ്സ് വർക്കിംഗ് അവേഴ്സിൽ ചെയ്യുന്നത് എക്സെപ്റ്റ് ആണ്. അതേപോലെ പെയ്ഡ് വൗച്ചേഴ്സ് ജോയിന്റ് ഫുഡ് പല ഹോട്ടലിലും പെയ്ഡ് വൗച്ചേഴ്സ് മാറിയിട്ട് മീൽസ് ചെയ്യാൻ പറ്റും. അപ് ടു ₹50 അതും അലൗഡ് ആണ്. സ്നാക്സ് ഓർ ടീ അലൗബിൾ ആണ്. പിന്നെ ഓഫ് ഷോർ ഇൻസ്റ്റലേഷൻ ഓർ റിമോട്ട് ഏരിയയിലുള്ളത് ഫ്രീ ഫുഡും എക്സെപ്റ്റ് ആണ്. ഇനി ഗിഫ്റ്റ്. Value of any gift or voucher received by the employee or by the member of his household on ceremonial occasions or otherwise from the employer shall be taxable at the sum equal to the amount of such gift. എന്ത് ഗിഫ്റ്റ് കൊടുത്താലും it is taxable except 5000 താഴെ ഒരു കൊല്ലം കൊടുക്കണ ഗിഫ്റ്റ് എക്സെപ്റ്റ് ആണ്, ടാക്സബിൾ അല്ല. However, if the aggregate value of gift in a year is more than 5,000, the entire amount is taxable. Further, gift made in cash or cash equivalent, like gift check, is not covered under this clause. But gift എന്ന് പറഞ്ഞ ക്ലോസിൽ either employeeക്കോ അല്ലെങ്കിൽ എംപ്ലോയിയുടെ ഹൗസ് ഹോൾഡിലെ ഏതെങ്കിലും ഫാമിലി മെമ്പർക്കോ എംപ്ലോയർ ഗിഫ്റ്റോ വൗച്ചറോ കൊടുക്കുകയാണെങ്കിൽ അത് ടാക്സബിൾ ആണ്. അത് ആക്ച്വൽ എന്താണോ എംപ്ലോയർക്ക് കോസ്റ്റ് വരുന്നത് അതനുസരിച്ച് അത്രയും എമൗണ്ട് ടാക്സബിൾ ആണ്. ഒരു എക്സെപ്ഷൻ അപ് ടു 5,000 ഒരു കൊല്ലം വരണുള്ളൂ എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എക്സെപ്റ്റ്. പക്ഷേ 5,000 മുകളിൽ പോവാണെങ്കിൽ എൻറ്റയർ എമൗണ്ട് ഇസ് ടാക്സബിൾ. 5,000 കുറച്ച് ബാക്കി അങ്ങനെയില്ല, ടോട്ടൽ എമൗണ്ട് വിൽ ബി ടാക്സബിൾ. പക്ഷേ ക്യാഷിൽ കൊടുക്കുന്ന ക്യാഷ് ഗിഫ്റ്റോ അല്ലെങ്കിൽ ക്യാഷ് ഇക്വലൻസ് ഗിഫ്റ്റ് ചെക്കോ ഇതിൽ കവർ ചെയ്യില്ല. കാരണം അത് സെക്ഷൻ 56 പല വേറെ കവർ ചെയ്തിട്ടുണ്ട്, ഇൻകം ഫ്രം അതർ സോഴ്സിൽ കവർ ചെയ്തിട്ടുണ്ട്. അത് സാലറിയിൽ കവർ ചെയ്യേണ്ട ആവശ്യമില്ല, കവർ ചെയ്യില്ല. പിന്നെ ക്രെഡിറ്റ് കാർഡ് എക്സ്പെൻസ് ടോട്ടൽ എമൗണ്ട് at cost to the employer is taxable. വായിക്കാം. Amount of expenses including membership fee and annual fee incurred by the employee or member of his household which is charged to a credit card including add-on card provided by the employer shall be taken to be at the value of perquisite shall be taken to be the value of perquisite. എംപ്ലോയർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അതായത് നോർമലി വരുന്നത് മെമ്പർഷിപ്പ് ഫീ, ആനുവൽ ഫീ, ക്രെഡിറ്റ് കാർഡിലോ ആഡ് ഓൺ കാർഡിലോ മെമ്പർക്കോ ഹൗസ് ഹോൾഡ് വേറെ ഏതെങ്കിലും ഫാമിലി മെമ്പർക്കോ എന്താണോ ആക്ച്വൽ കോസ്റ്റ് എംപ്ലോയർക്ക് വന്നത് ദാറ്റ് വിൽ ബി പെർക്വിസിറ്റ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി എംപ്ലോയി. പിന്നെ വരുന്ന മെമ്പർഷിപ്പ് ഇൻ ക്ലബ്സ്. വാല്യൂ ഓഫ് ബെനിഫിറ്റ് ടു എംപ്ലോയി റിസൾട്ടിംഗ് ഫ്രം ദി payment or reimbursement by the employer of any expenditure incurred, including the amount of annual fee or periodic fee, in a club by him or by a member of his household, shall be determined to be the actual amount of expenditure. The amount so determined shall be reduced by the amount, if any, recovered from the. അപ്പോൾ എംപ്ലോയിക്കോ അല്ലെങ്കിൽ എംപ്ലോയിയുടെ ഫാമിലി മെമ്പറോ ഏതെങ്കിലും ക്ലബ് മെമ്പർഷിപ്പ് എംപ്ലോയർ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ, എംപ്ലോയർ കൊടുക്കുകയാണെങ്കിൽ ആക്ച്വൽ എമൗണ്ട് എത്രയാണോ എംപ്ലോയർക്ക് വന്നത് അത് ടാക്സബിൾ പെർക്വിസിറ്റ് ആണ്, സാലറി ആയിട്ട് ടാക്സ് ചെയ്യും. പക്ഷേ ഒരു ഇതുള്ളത് മെമ്പർ
ചില കേസിൽ മെമ്പർമാര് കോർപ്പറേറ്റ് മെമ്പർഷിപ്പ് എടുക്കും. അപ്പൊ അതിൽ ഒന്ന് കൂടുതൽ എംപ്ലോയിക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ ഫീ പെയ്ഡ് ഫോർ അക്വയറിംഗ് സച്ച് കോർപ്പറേറ്റ് മെമ്പർഷിപ്പ് എക്സ്ക്ലൂഡ് ചെയ്യും. ബിക്കോസ് അത് ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഒരാളുടെ ടാക്സ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് എക്സ്ക്ലൂഡ് ചെയ്യും. ബാക്കിയുള്ളത് പെർക്യൂസിറ്റ് ആവും. ഞാൻ വായിക്കാം. However, where the employer has obtained corporate membership of the club and the facility is enjoyed by the employee or family members, value of perquisite shall not include the initial fee paid for acquiring such corporate membership. Further, if such expenditure is incurred wholly and exclusively for business purpose, then it is not taxable. Exceptions are available for use of health club or sports or similar facilities provided uniformly to all employees by the employer. രണ്ടാമത്തെ എക്സെപ്ഷൻ എന്താ വെച്ചാൽ എംപ്ലോയർ ഹെൽത്ത് ക്ലബ് യൂസ് ചെയ്യാനോ സ്പോർട്സിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസിലിറ്റീസ് എല്ലാ എംപ്ലോയീസിനും യൂണിഫോം ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ കേസിൽ ടോട്ടലി എക്സെപ്റ്റ് ആണ്. ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് മാത്രം കൊടുക്കുകയാണെങ്കിൽ എക്സെപ്ഷൻ ഇല്ല. എല്ലാവർക്കും യൂണിഫോം, ഓൾ എംപ്ലോയീസിന് യൂണിഫോം ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എക്സെപ്റ്റ്. പിന്നെ ഒരു ജനറൽ ക്ലോസ് ആണ് അതർ ബെനിഫിറ്റ്സ് ഓർ അമ്യൂണിറ്റീസ്. ദ വാല്യൂ ഓഫ് എനി അതർ ബെനിഫിറ്റ് or amenity, service, right or privilege provided by the employer shall be determined on the basis of the actual cost of the employer under an arm's length transaction and will be reduced by the employee's contribution. അപ്പോൾ ഈ ക്ലോസ് റെസിഡുവൽ ക്ലോസ് ആണ്. ഈ നേരത്തെ പറഞ്ഞത് കൂടാണ്ട് എന്തൊക്കെ ബെനിഫിറ്റോ എന്ത് അമ്യൂണിറ്റീസ് എങ്കിലും എംപ്ലോയിക്കോ ഫാമിലി മെമ്പേഴ്സിനോ കൊടുക്കുകയാണെങ്കിൽ അതിന് എന്താണോ ആക്ച്വൽ കോസ്റ്റ് എംപ്ലോയർക്ക് വന്നത് ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ടാക്സബിൾ പെർക്യൂസിറ്റ്. ഇതിന്ന് എംപ്ലോയി എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്യണമെങ്കിൽ അത് കുറച്ചിട്ട് ബാക്കിയുള്ളത് മാത്രം മതി. പിന്നെ നേരത്തെ പറഞ്ഞ പെർക്യൂസിറ്റിന്റെ ഒരു മേജർ എക്സെപ്ഷൻ റീഇംബേഴ്സ്മെന്റ് ഓഫ് ടെലിഫോൺ ഓർ മൊബൈൽ ബിൽസ് ആണ്. പേയ്മെന്റ് ഓർ റീഇംബേഴ്സ്മെന്റ് ഓഫ് ആക്ച്വൽ എംപ്ലോയി ഓൺ ടെലിഫോൺ ഓർ മൊബൈൽ ഫോൺ ബൈ ദി എംപ്ലോയർ ഇസ് നോട്ട് എ ടാക്സബിൾ പെർക്യൂസിറ്റ്. അപ്പൊ നമ്മള് ഇതുവരെ പഠിച്ചത് സെക്ഷൻ 17 സാലറി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിലെ കമ്പോണൻസ് ആയിരുന്നു. അതിൽ ജനറലി ഉള്ള സാലറി, വേജസ്, ഗ്രാറ്റുവിറ്റി അങ്ങനെയുള്ളതെല്ലാം കവർ ചെയ്തു. അത് നിങ്ങൾക്ക് അറിയാം. അതല്ലാണ്ട് സ്പെഷ്യൽ ആയിട്ട് വന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് പെർക്യൂസിറ്റും പിന്നെ പ്രോഫിറ്റ് ഇൻ ലോ ഓഫ് സാലറി ആയിരുന്നു. പ്രോഫിറ്റ് ഇൻ ലോ സാലറി എന്ന് പറഞ്ഞാൽ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതാണ്, അത് പറഞ്ഞു. പെർക്യൂസിറ്റ് എന്ന് പറഞ്ഞാൽ അമ്യൂണിറ്റീസ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് എന്താണോ എംപ്ലോയർക്ക് കോസ്റ്റ് വന്ന് അത് വെച്ചിട്ട് നമ്മൾ ടാക്സബിൾ ആയിട്ട് ചെയ്യും. ഇനി ഒരു കാര്യം കൂടി, നമ്മൾ നേരത്തെ ഹൗ ടു അറൈവ് അറ്റ് ടാക്സബിൾ സാലറി എന്നുള്ളതിൽ ഒരു കാര്യം കൂടി ഉണ്ട്. അതാണ് ഡിഡക്ഷൻസ്. സെക്ഷൻ 16 ഡിഡക്ഷൻസ് പറയുന്നത്. 3 ഡിഡക്ഷൻസ് ഉണ്ട്. ഡിഡക്ഷൻസ് ആണ് സെക്ഷൻ 16. നമ്മൾ നേരത്തെ പറഞ്ഞു സാലറി, അതിന്റെ കൂടെ അഡ്വാൻസ് സാലറി കൂട്ടി, അതിന്റെ കൂടെ അക്രൂഡ് സാലറി കൂട്ടി, അതിന്റെ കൂടെ പെർക്യൂസിറ്റ്സ് കൂട്ടി, അതിന്റെ കൂടെ പ്രോഫിറ്റ് ഇൻ ലോ സാലറി എന്നുള്ളത് കൂട്ടി, എക്സെപ്റ്റ് ഇൻകം കുറച്ചു. പിന്നെ ചെയ്യേണ്ടതാണ് ഡിഡക്ഷൻസ് കുറയ്ക്കുക. ആ ഡിഡക്ഷൻസ് ആണ് സെക്ഷൻ 16 പറയുന്നത്. 3 ഡിഡക്ഷൻസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, എന്റർടൈൻമെന്റ് അലവൻസ്, പ്രൊവിഷൻ ടാക്സ്. Section 16 states, the income chargeable under the head salaries is computed after making the following deduction. Section 16. Entertainment allowance deduction and 3 profession tax. Standard deduction എല്ലാവർക്കും അറിയാം. An amount up to 50,000 or the salary actually received, whichever is lower, shall be allowed as standard deduction while arriving at the taxable salary. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അവൈൽ ചെയ്യാൻ യാതൊരു റെക്കോർഡ്സിന്റെയും ആവശ്യമില്ല. സാലറി ആണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അപ് ടു 50,000 ഈസ് അവൈലബിൾ. സെക്കൻഡ് ഡിഡക്ഷൻ ആണ് എന്റർടൈൻമെന്റ് അലവൻസ്. ഇത് എന്റർടൈൻമെന്റ് അലവൻസ് ഈസ് ഓൺലി ടു ഗവൺമെന്റ് എംപ്ലോയീസ്. എത്രയാണ് അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്? ഒന്നില്ലെങ്കിൽ 5,000, മാക്സിമം അവൈലബിൾ ഇസ് 5,000, അല്ലെങ്കിൽ 20% ഓഫ് ദി സാലറി എക്സ്ക്ലൂഡിംഗ് എനി അലവൻസ്, ബെനിഫിറ്റ് ഓർ അതർ പെർക്യൂസിറ്റ്, ഓർ ദി ആക്ച്വൽ എന്റർടൈൻമെന്റ് അലവൻസ് റിസീവ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ. ഈ 3 എണ്ണത്തിൽ ഏറ്റവും കുറവ് ഏതാണോ അതാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുക, എന്റർടൈൻമെന്റ് അലവൻസ് ആയിട്ട് കിട്ടുക.
ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ എന്റർടൈൻമെന്റ് അലവൻസ് ഒരു എക്സംഷൻ അല്ല, ഡിഡക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ സാലറിയുടെ കൂടെ ആക്ച്വൽ എന്റർടൈൻമെന്റ് അലവൻസ് ആഡ് ചെയ്യുക, എന്നിട്ട് ഈ കാൽക്കുലേഷൻ പ്രകാരം എന്താണോ ഡിഡക്റ്റബിൾ എന്നുള്ളത് ഡിഡക്ട് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ സപ്പോസ് ഒരു ഗവൺമെന്റ് സർവന്റിന് 10,000 rupees ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടണേന്ന് വെച്ചോളൂ, എന്റർടൈൻമെന്റ് അലവൻസ് കിട്ടണേന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ സാലറിയുടെ കൂടെ 10,000 ആഡ് ചെയ്യും, എന്നിട്ട് 5,000 അല്ലെങ്കിൽ 20% ഏതാണോ കുറവ് അത് ഡിഡക്ട് ചെയ്യും. അങ്ങനെയാണ് അവെയിൽ ചെയ്യുന്നത്. എന്റർടൈൻമെന്റ് അലവൻസ് ഇസ് അലൗഡ് ഓൺലി ഫോർ ഗവൺമെന്റ് എംപ്ലോയീസ്. മൂന്നാമത്തെ കേസാണ് പ്രൊഫഷൻ ടാക്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പല പേരിൽ അറിയപ്പെടുന്നു. ടാക്സ് ഓൺ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നു, ടാക്സ് ഓൺ പ്രൊഫഷൻ എന്ന് പറയുന്നു, ടാക്സ് ഓൺ ട്രേഡ് എന്ന് പറയുന്നു. അത് ലോക്കൽ അതോറിറ്റീസ് ലെവി ചെയ്യണ, കേരളത്തിൽ ലോക്കൽ അതോറിറ്റീസ് ലെവി ചെയ്യണ ഒരു ടാക്സ് ആണ്. കൊച്ചിയിലാണെങ്കിൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പാലിറ്റി അവര് ചെയ്യണ ലെവി ചെയ്യണതാണ് പ്രൊഫഷൻ ടാക്സ്, which will be allowed as a deduction. Profession tax refers to tax on trade or profession or employment levied by the state government or the local authority. Profession tax is deducted as under. Employee തന്നെയാണ് ടാക്സ് പ്രൊഫഷൻ ടാക്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡിഡക്ഷൻ ഈസ് അലൗഡ് ഫ്രം ദി ഗ്രോസ് സാലറി. അതേസമയം എംപ്ലോയർ ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ടാക്സ് സോ പെയ്ഡ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ഗ്രോസ് സാലറി ആസ് പെർക്വിസിറ്റ്, ദെൻ ഡിഡക്ഷൻ ക്യാൻ ബി ക്ലെയിം ഫ്രം ഗ്രോസ് സാലറി. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോ ഞാനൊരു എംപ്ലോയി ആണ്, ഞാൻ തന്നെയാണ് എന്റെ പ്രൊഫഷൻ ടാക്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് എനിക്ക് സാലറി, അതിന് നേരെ ഈ പറഞ്ഞ 2,000 rupees ആണെങ്കിൽ അത് കുറയ്ക്കാൻ പറ്റും. പക്ഷെ എംപ്ലോയർ ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. However, if profession tax is due but not paid, then not allowed as deduction. On the other hand, if profession tax is paid for more than 1 year, then the entire amount should be allowed in the year of payment. Payment ബേസിസിലാണ് പ്രൊഫഷൻ ടാക്സിന്റെ ഡിഡക്ഷൻ അലൗ ചെയ്യുക. 2019-20 2,000 rupees പേയബിൾ ആയിരുന്നു, പക്ഷെ ഇതുവരെ പേ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 2019-20 പ്രൊഫഷൻ ടാക്സ് കിട്ടില്ല, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. For example, Mr. A, posted in Thrissur, is required to pay ₹2,000 every year as profession tax. On May 31, 2019, he pays 4,000 on account of profession tax. That is 2,000 for the year 18-19 and 2,000 for the year 19-20. In this case, ₹4,000 is deductible for the previous year 19-20. Actual payment basis ilana profession tax കൊടുക്കുക. Total amount paid can be claimed for that year. ഏത് കൊല്ലാണോ പേ ചെയ്യണത് ആ കൊല്ലം തന്നെ ടോട്ടൽ എമൗണ്ട് എത്രയാണോ പേ ചെയ്തത് അത് മുഴുവൻ ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷെ പേ ചെയ്തില്ല, ഡ്യൂ ആയിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒട്ടും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രൊഫഷൻ ടാക്സ്. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിച്ച ഡിഡക്ഷൻസിൽ 3 എണ്ണം: സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, എന്റർടൈൻമെന്റ് അലവൻസ്, പ്രൊഫഷൻ ടാക്സ്. അപ്പൊ നമ്മള് ടാക്സബിൾ സാലറി അറൈവ് ചെയ്യണത് എങ്ങനെയാന്നാണ് ഇന്ന് പഠിച്ചത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ സാലറിയുടെ കൂടെ അഡ്വാൻസ് സാലറി കൂട്ടി അക്രൂ ചെയ്തു, അലവൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സാലറി കൂട്ടി, പിന്നെ പെർക്വിസിറ്റ്സ് കൂട്ടി, എക്സംഷൻസ് കുറച്ചു, ഡിഡക്ഷൻസ് കുറച്ചു. ഇത് ഇത്രയും ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട് ടാക്സബിൾ സാലറി ആയിട്ട് നമുക്ക് ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിക്കാൻ പറ്റും.